إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. മഹത്തായ ഇൽമിൻ്റെ സദസ്സിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ വീണ്ടും സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് കമാ യുഹിബ്ബു റബ്ബുനാ വയർള. ഇങ്ങനത്തെ ഒരു ഒത്തുകൂടലിന് നമുക്ക് സാഹചര്യവും സൗകര്യങ്ങളും ഒരുക്കിത്തന്ന് സമയവും അധ്വാനവും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ട് ഒരുക്കിത്തന്ന സഹോദരന്മാരോട്, പ്രത്യേകിച്ച് അബു ആദിലിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഏറ്റവും ആദ്യമായി നിങ്ങളുടെ വിലപ്പെട്ട ലീവ് ദിവസവും സമയങ്ങളുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ദുന്യാവിൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പ്രദേശങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുമൊക്കെ അടക്കം ഇവിടെ പങ്കെടുത്തു വന്ന നിങ്ങൾ എല്ലാവരോടും, സഹോദരന്മാരോടും സഹോദരികളോടും ഞാൻ എൻ്റെ നന്ദി വീണ്ടും രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സദസ്സിന് നല്ല ഒരു ആരംഭവും നല്ല ഒരു പര്യവസാനവും, ഈ സദസ്സിൽ നിന്ന് നാഫിയായ ഇൽമും അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ കൃത്യമായി മഖ്ബൂലായ സ്വീകാര്യോഗ്യമായ ഇബാദത്തുകൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീഖും സഹായവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. സ്വാഭാവികമായിട്ടും ഈ സദസ്സിൽ ആരംഭത്തിൽ മറ്റ് സഹോദരന്മാരായിരുന്നു നിങ്ങളോട് അഭിമുഖീകരിക്കാൻ വേണ്ടി ഏറ്റിരുന്നത്. പ്രത്യേകമായ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് തീരുമാനങ്ങളുണ്ട്, അവൻ്റെ തീരുമാനങ്ങളെ നടപ്പാകൂ. നമ്മുടെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും നാം മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ വിഷയം നമ്മൾ പറയാൻ വേണ്ടി ഏറ്റ് നിങ്ങളോട് അറിയിച്ച വിഷയം മുൻഗാമികളായ സലഫുകൾ യുവാക്കൾക്ക് കൊടുത്ത വസിയത്തുകൾ, പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽപ്പെട്ട ചിലത്. അബ്ദുർ റസാഖ് അബ്ദുൽ മുഹ്സിൻ അൽ ബദർ ഹഫിളഹുമുല്ലാ അദ്ദേഹം ആണ് ഈ പറയുന്ന ചെറിയ റിസാല, അദ്ദേഹത്തിൻ്റെ ചില ഖുത്ബകളും ഇതുപോലത്തെ മുഹാദറകളും ദർസുകളിലുമുള്ള അത് ചെറിയ ഒരു ലഘു ഗ്രന്ഥമായി കൃതിയായി ക്രോഡീകരിക്കപ്പെട്ട് അതാണ് നമ്മുടെ മുന്നിലുള്ളത്. ഷെയ്ഖ് ഹഫിളഹുല്ലാ ഇതിൽ പറഞ്ഞ 8-10ഓളം വസിയത്തുകൾ ഇതിൽ പറയുന്നത് പൂർണ്ണമായിട്ടൊന്നും പറയാനൊരു പക്ഷേ സമയം നമ്മൾ അനുവദിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷെയ്ഖ് ഹഫിളഹുല്ലാ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് അതിന് ചെറിയ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില ഭാഗത്ത് അതിൻ്റെ പുറമെ ഞാൻ എൻ്റെ ഭാഗത്തിൽ നിന്ന് കിതാബുകളും പുസ്തകങ്ങളും നോക്കി പരിശോധിച്ച് കുറച്ചുകൂടി വിശദീകരണങ്ങൾ ചില ഭാഗത്ത് പറയും ചെയ്യും ഞാൻ ഇൻഷാ അള്ളാ. യുവാക്കൾക്കുള്ള ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന ആളുകൾക്ക് കാര്യമില്ല എന്നാരും വിചാരിക്കരുത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഒരു മുസ്ലിമിന്, അവൻ യുവാവാണെങ്കിലും പ്രായമുള്ളവനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അത്യാവശ്യമായ കാര്യങ്ങളാണ്. എന്നാൽ യുവാക്കൾക്കും യുവത്വത്തിനും അതിൻ്റേതായ ആദരവുണ്ട്. ദീനുൽ ഇസ്ലാമിൽ ഏതായാലുമുണ്ട്, ഖുർആനിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കൂടെ യുവാക്കളെ പ്രശംസിച്ചുകൊണ്ട് അവരെടുത്ത ചില പണികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും പരാമർശിച്ചത് നമുക്ക് കാണാം. സൂറത്തുൽ കഹ്ഫിലൊക്കെ ഉള്ളത് ചില യുവാക്കളൊരു കാലഘട്ടത്തിൽ ആ സമുദായത്തിലുണ്ടായിരുന്ന ഭരണാധികാരികളും സാധാരണക്കാരും മുഴുവനും ശിർക്കിലേക്കും തെറ്റുകളിലേക്കും പാപങ്ങളിലേക്കും പോയപ്പോൾ
ഉന്നത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നവരായിരുന്ന യുവാക്കൾ. അതല്ലാതെ തെരുവ് തെണ്ടികളൊന്നും ആയിരുന്നില്ല. നല്ല എല്ലാ പേരും പ്രശസ്തിയും അംഗീകാരവും ആദരവുമുള്ള കുടുംബത്തിൽ പഠിച്ചു വളർന്ന യുവാക്കൾക്ക് ആദർശത്തിന് വിരുദ്ധമായി സമൂഹം പോകുന്നത് കണ്ടപ്പോൾ ഒറ്റപ്പെട്ടാലും വേണ്ടില്ല, കൊട്ടാരങ്ങളും ഭൗതികമായ സുഖങ്ങളും ഒഴിവാക്കിയാലും വേണ്ടില്ല, പർവ്വതങ്ങളിലോ മാളങ്ങളിലോ അഭയം തേടിയാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ ദീന് നിലനിൽക്കണം, ആദർശം അത് മുറുകെ പിടിക്കണം, കൈയൊഴിഞ്ഞു പോകരുതേ എന്ന് അവർ തീരുമാനമെടുക്കുകയും അങ്ങനെ ആ നാട്ടിൽ നിന്ന് അവർ രക്ഷപ്പെട്ടുകൊണ്ട് പർവ്വതത്തിലുള്ള ഒരു മാളത്തിൽ അഭയം തേടിയ സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, അന്ന് ജീവിച്ച രാജാക്കന്മാരുണ്ട്, അന്നത്തെ സാധാരണക്കാരുണ്ട്, അന്നത്തെ സമൂഹത്തിലുള്ള സമ്പന്നന്മാരുണ്ട്. അവരെ ആരെയും ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കേൾപ്പിക്കുന്നില്ല. ഈ പറയുന്ന യുവാക്കൾ അതേപോലെ തന്നെ അവരുടെ കൂടെ കൂടിയ നായി, നല്ല ആ യുവാക്കളെ കൂടെ കൂടിയ ആ നായും, വേറെ എത്ര മൃഗങ്ങളുണ്ടായിരുന്നു ആ സമൂഹത്തിൽ, അവർക്കൊന്നും ഒരു വിലയില്ല. അള്ളാഹുവിനെ എടുത്ത് പറയാൻ മാത്രം, അള്ളാഹു പ്രശംസിക്കാൻ മാത്രം ഉത്തമരായ മുവഹിദീങ്ങളായ ആദർശത്തിന്റെ പേരിൽ ത്യാഗം ചെയ്ത ആ യുവാക്കളുടെ കൂടെ കൂടിയ നായനെയും അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ അവർക്കുള്ള ഒരാഴ്ചയിലുള്ള ഏറ്റവും ഉത്തമമായ യൗമുൽ ജുമുഅയിൽ ആ സൂറത്ത് പാരായണം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു എന്നുള്ളത്. യുവാക്കളെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകൾ നമുക്ക് കാണുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, ഇമാം ഹാക്കിമും മറ്റുള്ള ഹദീസിന്റെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 അവസ്ഥ ഒരു മനുഷ്യന് വരാനിരിക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന 5 ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ആ 5 ഘട്ടങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് അവന് പ്രതികൂലമായ 5 ഘട്ടങ്ങളും അനുകൂലമായ 5 ഘട്ടങ്ങളുമാണ്. അതിൽ അനുകൂലമായ ഘട്ടങ്ങൾ നീ മുതലെടുക്കണം, നേടിയെടുക്കണം. ഒന്നാമത് പറഞ്ഞു ശബാബക ഖബ്ല ഹറമിക, ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ് യുവത്വം ഉണ്ടാകും. എന്തിനും കഴിവും ഒഴിവും പ്രാപ്തിയും പ്രസരിപ്പുമുള്ള ആ യുവത്വത്തെ നീ അത് നേടിയെടുക്കാൻ തയ്യാറാവണം. യുവത്വത്തിന് ചോരത്തളപ്പിൻ്റെ ആ സമയം, പല ആളുകളും ആ യുവത്വത്തിനെ ഒന്നിരിക്കൽ തെറ്റായ പാപകരമായ കാര്യങ്ങളിൽ, അതല്ലെങ്കിൽ ദീനിലും ദുന്യാവിലും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ, ബാത്തിലായ കാര്യങ്ങളിലൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥകൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലാത്ത നിലക്ക് പരിതാപകരം. അപ്പോൾ പ്രവാചകൻ നമ്മോട് പറയാൻ, നിന്റെ യുവത്വത്തെ നീ നേടിയെടുക്കണം. അതിൽ ഇൽമ് നേടുകയാണെങ്കിലും ഇബാദത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിലും ദീനിലും ദുന്യാവിലും ഖൈറായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ നീ നേടിയെടുക്കണം. പിന്നെ അതിൻ്റെ ശേഷമാണ് പ്രവാചകൻ പറഞ്ഞത് വസിഹതക ഖബ്ല സഖമിക്, രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യമുള്ള സമയം, ദാരിദ്ര്യം വരുന്നതിൻ്റെ മുമ്പ് ഐശ്വര്യവും സുഭിക്ഷതയും ധന്യതയുമുള്ള സമയം. അതേപോലെ ഒരുപാട് എൻഗേജ്മെൻറ്റ് തിരക്കുകളും ജോലികളും കുടുംബത്തിൻ്റെ കാര്യം, തൊഴിലിൻ്റെ കാര്യം, മറ്റുള്ള തിരക്കുകൾ ഒരുപാട്. ഇന്നൊരു തിരക്കിൽ പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്നത്. അതല്ലെങ്കിൽ കുറച്ച് ശേഷം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് തിരക്കുകൾ വരും, ഒരുപാട് ചുറ്റുപാടുകൾ വരും. അതിൻ്റെ മുമ്പ് ഒഴിവുള്ള സമയം. വഹയാതക ഖബ്ല മൗതിക്, നീ മരിക്കുന്നതിൻ്റെ മുമ്പ്, മരണം പിടികൂടി, എപ്പോഴാണ് മരണം പിടികൂടുക എന്ന് നമുക്കറിയുകയില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ജീവനുള്ള സമയത്ത് ഈ പറയുന്ന ഹയാതക ഖബ്ല മൗതിക്, ഒരു മനുഷ്യന്റെ ജീവിതകാലം എന്ന് പറയുന്നതിൽപ്പെട്ട ഒരു ഘട്ടം, ഒരു സമയമാണ് യുവത്വം എന്ന് പറയുന്നത്. പക്ഷേ ആ യുവത്വത്തിന് അതിൻ്റെതായ പ്രാധാന്യമുള്ളത് കൊണ്ട്, അതിൻ്റെ ആദരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് കൊണ്ടാണ് ആദ്യം തന്നെ ശബാബക ഖബ്ല ഹറമിക് എന്ന് പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിൽ യുവത്വത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമു ബനി ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു വിചാരണ ചെയ്യുന്ന സമയത്ത് 5 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും. അതിന് കൃത്യമായ ഉത്തരം പറയാതെ ഒരു മനുഷ്യനും അവന് വച്ച കാല് അടി മുന്നോട്ട് വെക്കാൻ അവൻ സാധിക്കൂല, അനക്കാൻ കഴിയൂല. 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്ന് പറഞ്ഞത് അൻ ഉമുരിഹി ഫീമ അഫ്നാഹു, അവൻ്റെ വയസ്സ്. ഒരാളെ വയസ്സ് എന്ന് പറഞ്ഞാൽ ജനിച്ചോളം മുതൽ മരിക്കുന്നത് വരെ അവൻ്റെ വയസ്സുകാലം, അവൻ്റെ ജീവിതകാലം. പക്ഷേ അതിൻ്റെ ശേഷം പറഞ്ഞു അൻ ശബാബിഹി ഫീമ അബില, അവൻ്റെ യുവത്വത്തിനെ അവൻ എവിടെ ദുരുപയോഗം ചെയ്തു, എവിടെ ചെലവാക്കി, ആ യുവത്വം എങ്ങനെ അവൻ ഉപയോഗപ്പെടുത്തി, അതിനെക്കുറിച്ച് ചോദിക്കും. ഒരാളെ വയസ്സിൽപ്പെട്ട തന്നെയാണ് യുവത്വം എന്ന് പറയുന്നത്. പക്ഷെ അതോടുകൂടെ ആ ശബാബിനെ കുറിച്ച് ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബത്ത് ഈ പറയുന്ന യുവത്വവും യുവാക്കളും അവരുടെ ആ പ്രാധാന്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ
അവർ യുവാക്കളോട് പ്രത്യേകമായ പരിഗണനയും കാണിച്ചിരുന്നു എന്നുള്ളതാണ്. യുവാക്കളോട് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വന്ന സംഭവം അന്നഹു കാന ഇദാ റഅ ശബാബ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു സഹാബിയുടെ കൂട്ടത്തിൽ ഏകദേശം അവസാന കാലത്ത് മരിച്ച ആളാണ്. അദ്ദേഹം യുവാക്കളെ കാണുകയാണെങ്കിൽ പറയുമായിരുന്നു മർഹബൻ ബി വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകമായ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മോട് വസിയ്യത്ത് ചെയ്യപ്പെട്ട ആളുകളാണ് യുവാക്കൾ. നിങ്ങൾക്ക് സ്വാഗതം, വരുവീൻ. അവരോട് ആശംസാവചനങ്ങൾ പറയുമായിരുന്നു. അവരെ സദസ്സിലേക്ക് കൂടുതൽ പ്രത്യേകമായി അടുപ്പിക്കുകയും പരിഗണന കൊടുക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് ഔസ്വാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഉപദേശിച്ചിരിക്കുന്നു അന്നുവസ്സിഅ ലക്കും ഫിൽ മജ്ലിസ്. സദസ്സിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിശാലത നൽകാൻ, കടന്നു വരാൻ. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് കൗമാരക്കാരും യുവാക്കളൊക്കെ വരുമ്പോൾ മുതിർന്ന ചില പ്രായം ചെന്ന ആളുകൾ അവർക്കത് പറ്റൂല. അവരെന്തേ സദസ്സിലും. അങ്ങനെയല്ല, ദീന് പഠിപ്പിച്ചത് അങ്ങനെയല്ല. യുവാക്കളും കൗമാരക്കാരും ഇതുപോലത്തെ കുട്ടികളൊക്കെ ഉന്മേഷത്തോടെ ദീനിൻ്റെ സദസ്സിലേക്ക്, ഇബാദത്തിൻ്റെ സദസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് വിശാലത കൊടുത്തു, അവരെ പരിഗണന കൊടുത്തു, അവർക്ക് ആദരവ് കൊടുത്തു, അവർക്ക് അംഗീകാരം കൊടുത്തുകൊണ്ട് വിശാലത നൽകണം. വഅന്നുഫ്ഹിമകും അൽ ഹദീസ്, അതല്ലെങ്കിൽ നുഫഹിമകും അൽ ഹദീസ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് നിങ്ങൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫഇന്നഹും ഖുലൂഫുന, ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ച് വിട പറഞ്ഞു പോയാൽ പിന്നെ ഈ ദീൻ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് പകരമായിട്ട് വരുന്നത് നിങ്ങളാണ്. നമ്മൾ ഈ ലോകത്തു നിന്ന് പോയിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി യുവാക്കളെ പ്രത്യേകിച്ച് പരിഗണിക്കണം എന്നുള്ളത്. അഹ്ലുൽ ഹദീസ് ബഅദന, ഞങ്ങളുടെ ശേഷം ഈ ഹദീസ് പറഞ്ഞു കൊടുക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും മറ്റുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട, ദഅവത്ത് നടത്തേണ്ട ബാധ്യത നിങ്ങളുടെ പെരടിയിലാണ്. വീണ്ടും അദ്ദേഹം പറയുമായിരുന്നു യുവാക്കളെ സംബന്ധിച്ച് യബ്ന അഖി, യുവാക്കളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് പറയുമായിരുന്നു എൻ്റെ സഹോദരൻ്റെ മകനെ, നേരെ സഹോദരനൊന്നുമല്ല, ആദർശത്തിലുള്ള, ഇദാ ശക്കക്ത ഫീ ഷൈഇൻ, ഏതെങ്കിലും ദീനിൻ്റെ ഒരു കാര്യത്തിൽ നിനക്ക് സംശയമോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഫസൽനി, നീ എന്നോട് ചോദിച്ചുറപ്പ് വരുത്തണം. ഹത്താ തസ്തൈഖിന, കാര്യത്തിൽ നീ കൃത്യതയും വ്യക്തതയും വരുത്തുന്നത് വരെ, നിനക്ക് ശരിക്കത് മനസ്സിലായി ബോധ്യപ്പെട്ട് ഉറപ്പായതിൻ്റെ ശേഷം നീ പോകാവൂ. ഫഇന്നക ഇൻ തൻസരിഫ് അലൽ യഖീൻ, പറയുന്ന കാര്യം, മസ്അലകൾ, ദീനിൻ്റെ കാര്യങ്ങൾ, ഫത്വയാണെങ്കിൽ അത് കൃത്യമായ അറിവ്, ഹൃദയത്തിലുള്ള ഉറപ്പ്, കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ തൻസരിഫ അല ശക്ക്. എന്തേ ഇപ്പം അദ്ദേഹം പറഞ്ഞു, എന്തേ ഇപ്പം ആ മസ്അല, ശരിക്കും എനിക്ക് മനസ്സിലായില്ലല്ലോ, എനിക്കൊരു സംശയമുണ്ട്. ഈ സംശയത്തോടു കൂടെ തിരിച്ചു പോകുന്നതിലേറെ എനിക്കിഷ്ടം പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലാക്കി മനസ്സിരുത്തി ഉറപ്പോടുകൂടെ പോകുന്നതാണ്. അപ്പോൾ യുവാക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അവരെന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്ത്, വീണ്ടും അവന് സംശയമുണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു കൊടുത്ത്, അവരെ നിരാശപ്പെടുത്താതെ, അവരാശയക്കുഴപ്പത്തിലാകാതെ, അപകടത്തിൽപ്പെടാതെ തിരിച്ചു പോകും. സഹാബത്തിൻ്റെ രീതി ഇങ്ങനെയായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കാന ഇദാ റഅ ശബാബ്, യുവാക്കൾ അദ്ദേഹം കാണുകയാണ്, യത്ലുബൂനൽ ഇൽമ് തേടുന്നവരായിട്ട് കണ്ടാൽ അദ്ദേഹം പറയുമായിരുന്നു മർഹബൻ ബിയനാബിഇൽ ഹിക്മ, ഇൽമിൻ്റെ ഉറവിടങ്ങൾ നിങ്ങൾക്ക് സ്വാഗതം. വമസാബിഹിൽ ളുലം, ഇരുൾമുറ്റിയ ഫിത്തനകളും ഷർറുകളും കുഴപ്പങ്ങളും കൊണ്ട് ഇരുൾമുറ്റിയ ഈ ലോകത്തുള്ള കടാവെളുക്കുകളാണ് നിങ്ങൾ യുവാക്കൾ. ഖുൽഖാനിസിയാബ്, വസ്ത്രങ്ങളൊക്കെ അതിന് മാത്രം നല്ല പുതുപുത്തനോ നല്ല വൃത്തിയുള്ളതോ ഐക്കോളമൊന്നും ഉണ്ടാകൂല, അന്നൊക്കെ അവരുടെ ദാരിദ്ര്യങ്ങൾ കാര്യം. ജൂദുദിൽ ഖുലൂബ്, എന്നാൽ ദീന് പഠിക്കുന്ന വിഷയത്തിലും അത് മനസ്സിലാക്കുന്ന വിഷയത്തിലും ഹൃദയം പുതുപുത്തനായിരിക്കും. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ അതിലുള്ള ഉന്മേഷം, അതിനുള്ള ആവേശം, അതിനുള്ള താല്പര്യങ്ങളും അങ്ങനെയായിരിക്കും. ഹുലുസിൽ ബുയൂത്ത്, അവർ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാത്തവരായിരിക്കും. ഒരുപാട് അങ്ങോട്ട് ഷോപ്പിംഗ്, ഒരുപാട് ഇങ്ങോട്ട് ഷോപ്പിംഗ്, അങ്ങാടിയിൽ കൂടെ തെരുവുകളിൽ കൂടെ, അങ്ങനെയായിരിക്കില്ല യഥാർത്ഥ തുല്ലാബുകളായ സലഫികളായ യുവാക്കൾ. അങ്ങനെയാകൂല. അവരാവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. അല്ലാത്ത സമയത്ത് അവർ അവരുടെ വീട്ടിൽ കഴിച്ചു കൂട്ടുന്നവരായിരിക്കും. ഫിത്നകളും കുഴപ്പങ്ങളും ഷെറിൻ്റെ ആളുകളും ദീനിനെ അപകടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തിലേക്ക് കൂടുതൽ പോകാതെ പരമാവധി തൻ്റെ വീടുകളിൽ ദീനിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ദീനി ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി
വീടിൽ കഴിച്ചു കൂട്ടുന്ന ആളുകൾ. റൈഹാനി കുല്ലി ഖബീലത്തിൻ, എല്ലാ കുടുംബത്തിലുമുള്ള റൈഹാൻ ചെടികളായിരിക്കും അവർ. റൈഹാൻ എന്ന് പറയുന്ന സുഗന്ധം പരത്തുന്ന നല്ല പരിമളമുള്ള ഒരു ചെടിയുണ്ട്, വീടുകളിലൊക്കെ പലരും അത് നട്ടുപിടിപ്പിച്ച് വളർത്തലുണ്ട് എന്നതുപോലെ ഒരു കുടുംബത്തിൽ ഒരു യുവാവ് സലഫിയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിലുള്ള മറ്റ് പലരും അവനെ വിമർശിക്കുന്നവരും എതിർക്കുന്നവരുമാണെങ്കിലും, അവൻ എവിടെയെങ്കിലും കൂടുമ്പോൾ ആരെങ്കിലും കാണുമ്പോൾ അവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പഠിച്ച ദീൻ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ കണക്കാക്കിയ ആളുകളുണ്ടെങ്കിൽ ഇവൻ്റെ ഈ ചെറിയ ദഅവത്ത് കേട്ടിട്ട് മാതാവ്, പിതാവ്, സഹോദരൻ, സഹോദരി, അയൽവാസികൾ അള്ളാഹു നന്മ കണക്കാക്കിയ ഹിദായത്തിന് യോഗ്യതയുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ കണ്ണിൽ ആദരവുള്ള ആളുകൾ ഈ പറയുന്ന യുവാവ് ചെന്ന് പറഞ്ഞു കൊടുക്കും. ഇൽമിൻ്റെ സദസ്സുകളിൽ അവൻ വന്നു, കാര്യങ്ങൾ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി, പക്വതയോടെ, അവധാനതയോടെ, സൂക്ഷ്മതയോടെ, വിനയത്തോടെ, അതല്ലാതെ പ്രകോപനത്തോടെ, അതേപോലെ ശുദ്ധത്തോടുകൂടെ, പാരിശുദ്ധയോടുകൂടെ, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന, മറ്റുള്ള ആളുകളെ ദീനിൽ നിന്ന് അകറ്റുന്ന രൂപത്തിലല്ലാതെ നല്ല ആദരവോടെ, മാന്യതയോടെ, മയത്തോടുകൂടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ ദഅവത്ത് നടത്തിയതുപോലെ അവൻ്റെ മുന്നിൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ ആളുകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഖൈറുള്ള അള്ളാഹു നന്മ കണക്കാക്കിയ ആളുകൾ ഇവരുടെ ഈ ദഅവത്ത് സ്വീകരിച്ച് ഈ മൻഹജും ഈ അഖീദയും സലഫിയത്തും സ്വീകരിക്കും. റൈഹാൻ ചെടിയെ പോലെയാണ്. ഇങ്ങനെ ധാരാളം സഹാബത്തിൻ്റെ താബിഈങ്ങളുടെ അവരുടെ അസറുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹാനായ ഈ പണ്ഡിതൻ യുവാക്കളായ ആളുകളെ പ്രത്യേകിച്ച് അല്ലാഹുവിൻ്റെ റസൂലും ആദരിച്ച് അംഗീകരിച്ചതുപോലെ അവർക്ക് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ കൊടുത്തു എന്നുള്ളത്. ഇത് പ്രായമുള്ള ആളുകൾ കേൾക്കരുതേ, അവർക്ക് ഉപകാരപ്പെടൂലാന്നോ, സ്ത്രീകൾക്ക് പറ്റൂലാന്നൊന്നല്ല, എല്ലാ മുസ്ലിമുകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വസിയത്തുകളാണ് താൻ. ഇതിൽ ഷെയ്ഖ് ഹഫിളഹുല്ല ഏറ്റവും ആദ്യം പറയുന്ന വസിയത്ത് അൽ വസിയത്തുൽ ഊല. നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന PDF അല്ലെങ്കിൽ ഈ പുസ്തകമോ എടുത്തവരുണ്ടെങ്കിൽ ഒന്നാമത്തെ വസിയത്ത്. ഞാൻ ശേഷം പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ പോലെ 1, 2, 3 ആ ഓർഡറിലല്ല, ചില വസിയത്തുകൾ മുന്നിക്കും പിന്നിക്കൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണെങ്കിലും ഞാൻ പറയുന്ന സമയത്ത് ഒന്നാമത്തതാണെങ്കിൽ അത്, രണ്ടാമത്തതാണെങ്കിൽ അത്, അങ്ങനെ ഞാൻ പറയും. സ്വഭാവ നോട്ട് ബുക്കോ ഒരു പേപ്പറോ പേനൊക്കെ ആയിട്ടാണ് എൽമിൻ്റെ സദസ്സിലേക്ക് നിങ്ങൾ വരേണ്ടത്. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയിന്റ് എഴുതി വെക്കാനൊക്കെ. അദ്ദേഹം ഇതിൽ പറയുന്ന അബുൽ അഹ്വസ് റഹിമഹുല്ല പറയാണ്, ഖാല അബു ഇസ്ഹാഖ് അംറു സുബൈഇ റഹിമഹുല്ല. അംറു സുബൈഇ റഹിമഹുല്ല അദ്ദേഹം താബിഈയാണ്. ഇറാഖിലുണ്ടായിരുന്ന, കൂഫ പട്ടണത്തിലുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ മഹാനായ ഹദീസിൻ്റെ പണ്ഡിതനാണ് അംറു സുബൈഇ എന്ന് പറയുന്ന ഈ താബിഈ, ഈ പണ്ഡിതൻ. അദ്ദേഹം യുവാക്കൾക്ക് കൊടുത്ത ഒരു നസീഹത്ത് അദ്ദേഹം, യാ മഅ്ശറ ശബാബി ഇഗ്തനിമു, യാ മഅ്ശറ ശബാബ്, യുവാക്കളുടെ സമൂഹമേ, യുവാക്കളുടെ സമൂഹമേ, ഇഗ്തനിമു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ നേടിയെടുക്കണം. യുവത്വത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്ത് നശിപ്പിക്കരുത്, അത് കളയരുത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും ഉത്തമമായ ഒരു അവസരം, ഒരു സമയമാണ് യുവത്വം എന്ന് പറയുന്നത്. യുവത്വം മറ്റൊരാൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ശരീരം അവന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കും. അവന് പറയത്തക്ക നിലക്കുള്ള തിരക്കുകളുണ്ടാകൂല. അവൻ അതേപോലെ തന്നെ അവശതകളുണ്ടാകൂല. എല്ലാ നിലക്കും ഒരു മനുഷ്യന് ദീനിയായ ദുന്യവിയായ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് യുവത്വം എന്ന് പറയും. യഗുത്തനിമു, നിങ്ങളത് നേടിയെടുക്കണം, നിങ്ങളത് നേടിയെടുക്കണം. എന്നിട്ട് ആ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അനുഭവം യുവാക്കൾക്ക് മാതൃകയാക്കാൻ വേണ്ടി, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയാൻ വേണ്ടിയിട്ടല്ല, ഒരിക്കലുമല്ല, ലോകമാന്യത്തിൻ്റെ പേരിലല്ല, മറ്റുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടിയുമല്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി അതിന് മാത്രം സൂക്ഷ്മതയോടുകൂടെ ആ പണ്ഡിതൻ പറയാണ്, ഖല്ലമാ തമുറു ബി ലൈലത്തുൻ, ഒരു രാത്രി എനിക്ക് കഴിഞ്ഞു പോകൽ വളരെ കുറവാണ്, അപൂർവമാണ്. ഇല്ലാ വ അഖ്റഉ ഫീഹ അൽഫ ആയത്തിൻ, ആ രാത്രിയിൽ ഒരു 1000 ആയത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യാം. എനിക്ക് അപൂർവമാണ് അങ്ങനത്തെ രാത്രി എനിക്ക് കഴിഞ്ഞു പോകൽ. രാത്രി ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം നിസ്കരിക്കും, അതിൽ ചുരുങ്ങിയതൊരു 1000 ആയത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യലുണ്ട്. ഇങ്ങനത്തെ ഒരു അനുഭവമില്ലാത്ത, ഇങ്ങനത്തെ ഒരു അവസരമില്ലാത്ത രാത്രി എനിക്ക് കഴിഞ്ഞു പോവൽ അപൂർവമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരിക്കലും ലോകമാന്യത്തിൻ്റെ പേരിലോ ചെയ്ത ഇബാദത്ത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ്. തൻ്റെ മുന്നിലുള്ള യുവാക്കളോട് പറയാം, നിങ്ങളെ വിലപ്പെട്ട സമയം, ഈ യുവത്വം നിങ്ങൾ മുതലെടുക്കണം, നേടിയെടുക്കണം.
ഞാൻ രാത്രി സമയത്ത്, അദ്ദേഹം പ്രായമുള്ള സമയമാണ്, അദ്ദേഹം ഒരു പക്ഷേ അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ ഷെയ്ഖായിരിക്കും. രാത്രിയിൽ 1000 ആയത്തെങ്കിലും പാരായണം ചെയ്യാത്ത ഒരു രാത്രി എനിക്ക് കഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. സുബ്ഹാനല്ലാഹ്. 1000 ആയത്ത് ഒരാൾക്ക് പാരായണം ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാരത് പറയുന്നത് ചുരുങ്ങിയത് ഒരു 2.5 ജുസ് ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ ഏകദേശം 1000 ആയത്ത് അവന് കവർ ചെയ്യാൻ കഴിയുന്നത്. തബാറക്കയും അമ്മയും ആ 2 ജുസ് ഒരാൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 ആയത്ത്, ചെറിയ ചെറിയ ആയത്തുകളാണ് അവിടേക്ക് ആ ഭാഗത്തൊക്കെ ഉള്ളത്, അവനത് കവർ ചെയ്യാൻ കഴിയുന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ വലിയ ധാരാളം ഇബാദത്ത് വർദ്ധിപ്പിച്ചിരുന്ന ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പിതാവ് പ്രവാചകരുടെ അടുത്ത് നിന്ന് പരാതി പറയുകയും പോയി. രാത്രി സമയത്ത് ഉറങ്ങാതെ വലിയ ധാരാളം ഇബാദത്ത് ചെയ്തിരുന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ്. പകൽ സമയത്ത് നോമ്പ്, രാത്രി നിസ്കാരം, ഈ പറയുന്ന കാര്യങ്ങൾ, ഇൽമു തേടല്, ഇതൊക്കെ അൽബാനി, ഇബ്നു ബാസ് പോലത്തെ സഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ ബി 10 ആയാത്തിൻ, രാത്രി ഒരാൾ ഒരു 10 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, അശ്രദ്ധരുടെ കൂട്ടത്തിൽ അവൻ എഴുതപ്പെടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധരായി ലോകത്ത് ദുനിയാവിലുള്ള വിഭവങ്ങളും കാര്യങ്ങളും നേടി അള്ളാഹുവിനെയും ദീനിനെയും ഈ ലോകത്ത് വന്ന ലക്ഷ്യത്തെയും കുറിച്ച് ശ്രദ്ധിക്കാതെ അശ്രദ്ധരായി പോകുന്ന ആളുകളെ വിമർശിച്ചത് കാണാൻ കഴിയും. 10 ആയത്തെങ്കിലും ഒരാൾ നിസ്കാര ഖിയാമുൽ ലൈൽ നിർവഹിച്ചിട്ട് ഒരു 10 ആയത്തെങ്കിലും പാരായണം ചെയ്താൽ ഗാഫിലീങ്ങളുടെ അശ്രദ്ധയുടെ കൂട്ടത്തിൽ എഴുതപ്പെടൂല. ഒരാളൊരു 100 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചാൽ ഖാനിത്യങ്ങളുടെ കൂടെ, ഖാനിത്യ എന്ന് പറഞ്ഞാൽ സദാസമയത്തും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ആ പറയുന്ന ഖാനിത്യ എന്ന് പറയും. എപ്പോഴും അള്ളാഹുവിൻ്റെ ഇബാദത്തിലും ത്വാഅത്തിലും വരും. വെറും ഒരു നിസ്കാരം മാത്രമല്ല, മറ്റുള്ള ഇബാദത്തുകൾ. അപ്പോൾ 100 ആയത്ത് ഒരാൾ രാത്രി പാരായണം ചെയ്തുകൊണ്ട് ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ ഖാനിത്യങ്ങളുടെ കൂട്ടത്തിലായിട്ട് അള്ളാഹുവിനെ എഴുതും, അവൻ്റെ ലീസ്റ്റും അവൻ്റെ പേരുകളും. വമൻ ഖാമ ബി 1000 ആയത്തിൻ കുതിബ മിനൽ മുഖന്തരീൻ, 1000 ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഒരാൾ ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ മുഖന്തരീങ്ങൾ, മുഖന്തർ എന്ന് പറഞ്ഞാൽ ഖിൻതാർ, വലിയ പർവ്വതങ്ങൾ പോലത്തെ, ഉഹദ് പർവ്വതം പോലത്തെ വലിയ പർവ്വതങ്ങൾ പോലെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയ ആളുകൾ. അപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹം പറയുന്ന ജീവിതത്തിൽ അങ്ങനത്തെ അത്രയെങ്കിലും പാരായണം ചെയ്യാത്ത ഒരു രാത്രി കഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് അപൂർവമായിരുന്നു. മുൻഗാമികൾ ഇങ്ങനെയായിരുന്നു. ഇബാദത്തിൻ്റെ കാര്യത്തിൽ അവർ വളരെയധികം മുന്നേറുന്നവരായിരുന്നു. നമ്മൾ ഇന്ന് സലഫിയത്തും തൗഹീദ്, സുന്നത്ത്, സലഫിയത്ത് എന്ന് പറയുന്ന നമുക്ക് ഈ പറയുന്ന മഹാനായ പണ്ഡിതൻ്റെ ഈ അനുഭവം, അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് അളന്നു നോക്കാൻ കഴിയും. നമ്മൾ എവിടെയാണ് എത്തിയത്, നമ്മൾ എത്രയാണ് ചെയ്യുന്നത്, നമ്മുടെ ഇബാദത്തിൻ്റെ അളവ് എത്രയാണ്, ഫർളായ നിസ്കാരമാണെങ്കിൽ അതിൻ്റെ സ്ഥിതി എന്താണ്, സുന്നത്തായ ഇബാദത്തുകളിൽ നമ്മൾ മുന്നേറുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇബാദത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തി നമുക്ക് തന്നത് അങ്ങനെയാണ്. അവർ രാത്രി സമയത്ത്, അതിൻ്റെ മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇബാദത്ത് നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടതാണ്. നമുക്ക് എല്ലാവരും പല സമയത്തും അത് നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. കാല് അത് ഖിയാമുൽ ലൈലിൽ നിന്ന് തൻ്റെ കാലുകൾ തളരുന്നത് വരെ, ഞരമ്പുകൾ വന്ന് അതോടെ വീർക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കുമായിരുന്നു എന്നത് അവരെയൊക്കെ മാതൃകയാക്കി. സഹാബത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിന്റെ അവസാനത്തിൽ പ്രവാചകനെയും തൻ്റെ അനുചരന്മാരെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂല. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, അവർ ആദർശത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ വലാഉം ബറാഉം അത് പുലർത്തുന്നവരായിരുന്നു. സത്യനിഷേധികളായ ആളുകളാണെങ്കിൽ അവരോട് പാരുഷ്യവും അവരുടെ ആദർശത്തിൻ്റെ പേരിലുള്ള അകൽച്ചയും ആദർശത്തിൻ്റെ പേരിൽ അവരുമായിട്ടുള്ള ആ ബന്ധവിച്ഛേദവും കൃത്യമായിട്ട് പാലിക്കുന്നവരായിരുന്നു. എന്ന് കരുതി നമ്മൾ അവരെ ആക്രമിക്കണം, അവരെ വഞ്ചിക്കണം, അവരുടെ കളവ് നടത്തണം, അവരെ ഇൻസൾട്ട് ചെയ്യണം, അവരെ പരിഹസിക്കണം, അവരുടെ ആരാധ്യ വസ്തുക്കളെ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. ആദർശത്തിൻ്റെ കാര്യത്തിൽ മറ്റ് ആളുകളുമായി യാതൊരു അഡ്ജസ്റ്റുമില്ല. അവിടെ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് വികലമാക്കാൻ പാടില്ല. മുവഹിദാണെങ്കിൽ പിന്നെ മുശ്രിക്കും ഷിർക്കും അവൻ അതിൽ പൂർണ്ണമായി മാറി നിൽക്കണം. അതിൻ്റെ കാര്യത്തിൽ ഒരു സഹകരണവും ഒരു അഡ്ജസ്റ്റും അവൻ്റെ ഭാഗത്ത് പാടില്ല. മാനുഷികമായി മറ്റ് മതക്കാരുമായ ആളുകളുമായിട്ട് ഇടപാടുകളിലും അതേപോലെ സഹപ്രവർത്തകരാണെങ്കിൽ, സഹപാഠികളാണെങ്കിൽ, അയൽവാസികളാണെങ്കിൽ ആ പറയുന്ന ബന്ധങ്ങളും ഹക്കുകളും നമുക്കും പുലർത്താവുന്നതാണ്.
ദീനിൻ്റെ കാര്യത്തിൽ ഒരു പൂവിൻ്റെ മൊട്ട് കൊണ്ടോ ഒരു പല്ല് കുത്തി കൊണ്ടോ അതല്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ കുറ്റി കൊണ്ടോ അതിൽ ബിംബങ്ങൾ ആരാധിക്കുന്ന വിഷയത്തിൽ സഹായികളോ സഹകരണങ്ങളോ പാടില്ല. അഷിദ്ദ വാലിൽ കുഫാരി റുഹമാ ഉബൈനഹും പ്രവാചകനും അവിടുത്തെ അനുചരന്മാരും ആദർശത്തിൻ്റെ വിഷയത്തിൽ അവർ പരസ്പരം അതിന് മാത്രമുള്ള കരുണയും ദയയും വാത്സല്യവും സ്നേഹവും സഹകരണങ്ങളുമുള്ളവരായിരുന്നു. ആഫ്രിക്കയിൽ നിന്നുള്ള കറുകറുത്ത നീഗ്രോവർഗക്കാരനായ കാണാൻ അഴകില്ലാത്ത ദരിദ്രനായ പിന്നെ ഒരു വ്യക്തിയാണ്, മുഷിഞ്ഞ വസ്ത്രക്കാരനാണ്, സമൂഹത്തിൽ പേരും അംഗീകാരമില്ലാത്തൊരു ആൾ. പക്ഷേ ഒറിജിനൽ സെലഫിയാണ്, തൗഹീദുള്ള ആളാണ്, സുന്നത്തിന് പ്രാധാന്യമുള്ള ആളാണ്, ദീനനുസരിച്ച് അവൻ നമ്മുടെ സഹോദരനാണ്, അവൻ നമ്മളുമായിട്ടുള്ള ഏറ്റവും അടുത്ത സഹോദരനാണ്. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ രീതി എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. തുടർന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ സഹാബത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി, തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. അവരെ എപ്പോൾ നോക്കുകയാണെങ്കിലും അവർ റുക്കൂയിലും സുജൂദിലുമായിരിക്കും. റുക്കൂ സുജൂദി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നവരായിരിക്കും. മഹാനായി പണ്ഡിതൻ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഇതുപോലത്തെ ഒരുപാട് ഉലമാക്കൾ അഹ്ലു സുന്നയുടെ ഇമാമിയങ്ങൾ, താബിഈങ്ങൾ, സഹാബത്തിന് താബിഈങ്ങൾ ഇതുപോലെ പറയാൻ കഴിയും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ചുരുങ്ങിയതിൽ 300 റക്അത്ത് ഫർളും സുന്നത്തുമായിട്ട് നിസ്കാരം നിർവഹിക്കേണ്ടായിരുന്നു. 300 റക്അത്ത് ഒരു ദിവസം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പിതാവിനോട് അദ്ദേഹത്തിൻ്റെ അവസാന കാല സമയത്ത് പ്രായാധിക്യമുണ്ട്, ആരോഗ്യപരമായ പ്രയാസങ്ങളുടെ രോഗമുണ്ട് അദ്ദേഹത്തിന്. മകൻ അബ്ദുള്ളയ്ക്ക് ചോദിക്കുമായിരുന്നു, വാപ്പ എങ്ങനെ ഇത്ര കഷ്ടപ്പെടുന്ന ഈ സമയത്ത്? അപ്പോൾ പറയുമായിരുന്നു, മകനെ വിശ്രമിക്കാൻ നമുക്ക് സ്വർഗത്തിലെത്തിയിട്ടേ സാധ്യമുള്ളൂ. നമുക്ക് സ്വർഗത്തിൽ മടമ്പും കാലം സ്വർഗത്തിൽ കണ്ടതിൻ്റെ ശേഷമൊക്കെ നമുക്ക് വിശ്രമിക്കാൻ അവസരമുള്ളൂ. ഇവിടെ അത് തന്നെയാണ് ഈ പണ്ഡിതൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സലഫിയത്തും തൗഹീദും മൻഹജും അഖീദയും നമ്മൾ അതിൽ മുന്നോട്ട് പോകുന്നവർ ഈ ആദർശത്തിൽ നിലനിന്ന് പോകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നമുക്ക് തൗഫീഖും കാര്യങ്ങൾ ചെയ്തു തരാൻ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഈ ഇബാദത്ത് ഫർളും സുന്നത്തുമായ ഇബാദത്തിൽ ഇതുപോലത്തെ സൂക്ഷ്മതയും ഇതുപോലത്തെ ശ്രദ്ധയും നമ്മുടെ ഭാഗത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ വസിയത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. സഹാബത്ത് ഈ പറയുന്ന മഹത്തായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അവരുടെ ഉദ്ദേശശുദ്ധിയാണ് അള്ളാഹു ആയത്തിന്റെ ഇബാദത്തിൽ കൂടെ നമ്മെ അറിയിക്കുന്നത്. അള്ളാഹുവിന്റെ വജുഹും അവന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ തൃപ്തി, ഭൗതികമായ യാതൊരു ലക്ഷ്യങ്ങളും റിയാവോ മറ്റുള്ളവരെ കാണിക്കലോ മറ്റുള്ളവരെ കേൾപ്പിക്കലോ ഈ പറയുന്ന ഒരു ലക്ഷ്യവും ആയിരുന്നില്ല അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇഖ്ലാസോടുകൂടെ ഇങ്ങനെ വർദ്ധിത വീര്യത്തോടുകൂടെ സഹാബത്ത് ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ആദർശത്തിൽ മുന്നേറിയപ്പോൾ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, അവർ ഈ പറയുന്ന ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചത് കാരണം അതിൻ്റെ പ്രകാശവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ പ്രസന്നതയും അവരുടെ മുഖങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളത്. രാത്രി സമയത്ത് ഒരാൾ അള്ളാഹുവിൻ്റെ വജഹുദ്ദേശ് ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് നിർവഹിച്ചിട്ടുണ്ട്, പകൽ സമയത്ത് അവൻ്റെ മുഖത്ത് അതിൻ്റെ പ്രകാശവും അതിൻ്റെ പ്രസന്നതയും കാണാൻ കഴിയുമെന്നുള്ളത്. നിസ്കാരത്തഴമ്പല്ലതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ഒരിക്കലുമല്ല. പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നതിനനുസരിച്ച്, അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അവൻ്റെ മുഖത്ത് അതിൻ്റെ പ്രസന്നത, അതിൻ്റെ ഒരു തെളി, അതിൻ്റെ ഒരു പ്രകാശം അനുഭവപ്പെടുകയാണ്. അതേപോലെ പണ്ഡിതന്മാർ പറയുന്നു, രാത്രി സമയത്ത് അതെങ്കിലും മറ്റുള്ളവർ കാണാത്ത സമയത്ത് ഒരു തെറ്റ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകളുടെ മുന്നിൽ വന്ന് എത്ര അതിനെ മറക്കാൻ അവൻ ശ്രമിച്ചാലും അവൻ്റെ മുഖത്ത് ആ പാപത്തിൻ്റെ കറുപ്പും അതിൻ്റെ ഒരു ജാള്യതയും അതിൻ്റെ ഒരു അപമാനവും അവൻ്റെ മുഖത്ത് അത് പ്രകടമാകുമെന്ന്, അവൻ്റെ മുഖത്ത് അത് പ്രകടമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ പ്രശംസിച്ച ഇതിൻ്റെ വിശദീകരണങ്ങൾ പല ഉലമാക്കളും പറയുന്ന അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവരുടെ മുഖത്തുണ്ടാകുക അസ്സംതുൽ ഹസൻ, ആ ഒരു അച്ചടക്കം, ആ ഒരു വിനയം, ആ ഒരു താഴ്മ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുക, ആവശ്യമില്ലാത്ത വാക്കും പ്രവൃത്തി അവരുടെ അടുത്ത് നിന്ന് വരെ, ഈ കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു കൃത്യമായ ഒരു മൻഹജിൽ, കൃത്യമായ ഒരു ലൈനിൽ, ഒരു വഴിയിൽ അവർ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയും. നിസ്കാരത്തിനെ കുറിച്ച് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെറ്റായ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് കൃത്യമായി ഒരാൾ നിസ്കരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവൻ അത് തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ നിസ്കാരമൊക്കെ നിർവഹിക്കുന്നുണ്ട്, ഞാനത് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്ന് അവൻ പറയും ചെയ്യുന്നുണ്ട്, അതോടുകൂടി അവൻ്റെ വാക്കിലും പ്രവൃത്തികളും വീഴ്ചകളും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരത്തിൽ എവിടെയോ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കും. അവൻ്റെ ഇബാദത്തിൽ എവിടെയൊക്കെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയോ ചില വീഴ്ചകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. തയ്യിബ്, അദ്ദേഹം ഇത് പറഞ്ഞു.
വീണ്ടും അദ്ദേഹം തുടർന്നുകൊണ്ട് പറയാണ് ഇന്നീല അഖ്റഉൽ ബഖറത ഫീ റകഅത്തിൻ, രാത്രി നിസ്കരിക്കുമ്പോൾ ഒരു റകഅത്തിൽ സൂറത്തുൽ ബഖറ ഞാൻ ചില സമയത്ത് പാരായണം ചെയ്യലുണ്ട്. സൂറത്തുൽ ബഖറ 2 ജുസും കൂടുതൽ, 2 ജുസിലേറെ കൂടുതലുണ്ടല്ലോ ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ. ഒരു റകഅത്തിൽ ഞാനത് പാരായണം ചെയ്യലുണ്ട്. ഇന്നീല അസൂമു അഷ്ഹുറുൽ ഹുറും, യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, പിന്നെ റജബും, ഈ പറയുന്നതാണ് ഇപ്പോൾ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ. ആ മാസങ്ങളിൽ നോമ്പിനെ ഞാൻ വർദ്ധിപ്പിക്കലുണ്ട്, സുന്നത്തായ നോമ്പിനെ. മുഹറത്തിൽ കൂടുതൽ നോമ്പ് വർദ്ധിപ്പിക്കൽ പ്രത്യേകമായി ഹദീസുകളിൽ വന്നതാണ്. വസലാസത അയ്യാമിൻ മിൻ കുല്ലി ഷഹ്റിൻ, എല്ലാ മാസത്തിലും 3 ദിവസം. അയ്യാമുൽ ബീദിന്റെ 13, 14, 15 അങ്ങനെ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമായതാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് അതങ്ങനെ കഴിയൂല എന്നുണ്ടെങ്കിൽ 3 നോമ്പ് മാസത്തിന്റെ തുടക്കത്തിലോ മധ്യത്തിലോ ഇടയിലോ എവിടെയിലായിട്ട് 3 നോമ്പ് ഓരോ മാസത്തിൽ. വൽ ഇസ്നൈനി വൽ ഖമീസ്, അതേപോലെ തിങ്കളാഴ്ച വ്യാഴാഴ്ചയുള്ള നോമ്പ് ഞാൻ അത് സ്ഥിരമായിട്ട് നിർവഹിക്കലുണ്ട്. മഹാനായ താബിഈ ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ ചീത്തധരിക്കും ചെയ്യരുത്. പൂർണ്ണമായി ഇഖ്ലാസുള്ള ആ പണ്ഡിതൻ തൻ്റെ മുന്നിലുള്ള യുവാക്കൾക്ക് മാതൃകയായിക്കൊണ്ട് ഞങ്ങൾ ജിദ്ദയിലുള്ള സമയത്ത് അബ്ദുറഹ്മാൻ മുഹയ്യിദ്ദീൻ മദീനയിലെ ഹദീസിന്റെ വിഭാഗത്തിൽ അധ്യാപകനായിരുന്ന റഹിമഹുല്ല മരണപ്പെട്ടു പോയി. ജിദ്ദയിൽ പല സമയത്തും അദ്ദേഹം ദർസിന് വരലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. യുവത്വത്തിന്റെ ആ സമയത്ത് ഒന്നരാടുള്ള നോമ്പ്, ഒരു ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കുക, പിറ്റേ ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പാണ്. അദ്ദേഹം ഒരു ദിവസം നോമ്പ് പിടിക്കും, പിറ്റേന്ന് ഒഴിവാക്കും, പിറ്റേ ദിവസം നോമ്പ് പിടിക്കും, പിറ്റേന്ന് ഒഴിവാക്കും. ഇങ്ങനെയായിരുന്നു യുവത്വത്തിന്റെ സമയത്ത്, അങ്ങനെ നിർവഹിച്ചിരുന്നു. ഇപ്പം അതിന് കഴിയുന്നില്ല. ഞാനിത് ചെയ്ത ഇബാദത്ത് എടുത്ത് പറയല്ല, നിങ്ങൾക്ക് മാതൃകയാക്കാൻ വേണ്ടി. സെൽഫുകൾക്ക് ഇങ്ങനത്തെ രീതികളുണ്ടായിരുന്നു. അപ്പം അത് കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്കും നമുക്കും അതുപോലെ ചെയ്താൽ നമ്മളും അവരെ പോലെ സ്വർഗത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അതാണ് ഈ പണ്ഡിതൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ യുവാക്കൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം പറഞ്ഞു, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹമായിട്ട് അദ്ദേഹം ഇത് മനസ്സിലാക്കി. നിയമത്തിന്റെ കൂട്ടത്തിൽ 2 നിയമത്തുണ്ട്. ദീനിലുള്ള നിയമത്തുകളുണ്ട്, ദുന്യാവിലുള്ള നിയമത്തുകളുണ്ട്. ഏറ്റവും വലിയ നിയമത്ത് എന്ന് പറയുന്നത് ദീനിലുള്ള നിയമത്താണ്. അപ്പൊ ഈ പറയുന്ന ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകി. ആ നിഅമത്ത് അള്ളാഹു പറഞ്ഞ് നിങ്ങൾക്ക് മാതൃകയാക്കാൻ വേണ്ടി, പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാനത് നിങ്ങളെ ഉണർത്തുന്നു. അംറുബിന് മൈമൂൻ, അതേപോലെ തന്നെ മറ്റ് താബിഈയായ മറ്റൊരു പണ്ഡിതനാണ് അംറുബിന് മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തന്നെ പ്രമുഖനായ താബിഈയായിരുന്നു അംറുബിന് മൈമൂൻ. അദ്ദേഹം അംറുബിന് മൈമൂനുൽ ഔദി, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ്. ഖദിമ അലൈന മുആദുൻ അൽ യമൻ, മുആദ് ബിൻ ജബൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനായിരുന്നു. അങ്ങനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. ദാഇയായിട്ട് അവിടുത്തെ ഖാദിയും അതേപോലെ തന്നെ മുഫ്തിയുമൊക്കെ ആയിട്ട് യമനിലേക്ക് ദഅവത്തിന് പറഞ്ഞയച്ചു പ്രവാചകൻ. യുവാവായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. 30 ചില്ലാനം വയസ്സാകുന്ന സമയത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. പ്ലേഗ് പിടിപെട്ടുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് റളിയല്ലാഹു അൻഹു. ഖിയാമത്ത് നാളിൽ പണ്ഡിതന്മാരുടെ നേതാവായിട്ട് വരുന്ന ആളാണ് മുആദ് ബിൻ ജബൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖിയാമത്ത് നാൾ പണ്ഡിതന്മാരുടെ ഒരു പടി മുന്നിൽ അവിടെ നേതാവും അമീറുമായിട്ട് ഇമാമായിട്ട് വരുന്ന ആളാണ് റളിയല്ലാഹു അൻഹു. ഈ പറയുന്ന അംർ ബിൻ മൈമൂൻ താബിഈ റഹിമഹുള്ള പറയാണ്, മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ദൂതനായിട്ടാണ് അദ്ദേഹം വന്നത്. മിന ഷഹറി എന്ന് പറയുന്നത് യമനിലുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് അവിടെയാണ് വന്നത് എന്നുള്ള അർത്ഥത്തിൽ. റാഫിഅൻ സൗതഹു ബിത്തക്ബീർ, ദീനിലേക്കുള്ള ദഅവത്ത്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ വിളിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറിന്റെ അതുകൊണ്ട് ശബ്ദം ഉയർത്തിയ ആളായിട്ടാണ് വന്നത്. അജഷ സൗത്തി, മുആദ് റളിയല്ലാഹു അൻഹു വളരെ ഗാംഭീര്യമുള്ള ഉച്ചത്തിലുള്ള ജഹ്വരിയ സൗത്തി എന്ന പണ്ഡിതന്മാർ പറയും. നല്ല ശബ്ദത്തിന് നല്ല ഗാംഭീര്യമുണ്ടായാലും ചില ആളുകൾ സംസാരിച്ചാൽ സ്ത്രൈണത, അതല്ലെങ്കിൽ സ്ത്രീകളുടെ ശബ്ദം പോലെയായിരിക്കും. ഇതങ്ങനെയല്ലായിരുന്നു. നല്ല പൊന്തിയ ഉയർന്ന ശബ്ദമുള്ള ആളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു. ഇവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഫഅൽഖൈതു മഹബ്ബതി അലൈഹി ഫഉൽഖിയത് മഹബ്ബതി അലൈഹി, എനിക്ക് അദ്ദേഹം വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം അനുഭവപ്പെട്ടു. ഇൽമുള്ള ആൾ വന്നു, ദായി വന്നു, പ്രബോധകൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് എന്തെന്നില്ലാത്തൊരു സ്നേഹം. അദ്ദേഹത്തിൻ്റെ സദസ്സിൽ പങ്കെടുക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാനും അദ്ദേഹം പറയുന്നത് കേൾക്കാനും അദ്ദേഹത്തിന് മാതൃകയാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നൊരു തൗഫീഖാണ്. ചില ആളുകൾക്ക് നല്ല ആളുകളെ കാണുക വെറുപ്പേകാരം, ചില ആളുകൾക്ക് നല്ല സദസ്സിൽ വരുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യാണ് വേണ്ടത്. നമുക്ക് ചില ആളുകൾക്ക് നന്മ ഇഷ്ടമുണ്ടാകും, നല്ല സദസ്സിൽ പോകുന്നത് ഇഷ്ടമാകും, നല്ല ആളുകളോട് പ്രത്യേകമായൊരു ഇഷ്ടം ഉണ്ടാകും. അതൊരു ഖൈറാണ്, അതൊരു നിഅമത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന.
എനിക്ക് അദ്ദേഹത്തിനോടുള്ള എന്തെന്നില്ലാത്ത ഒരു സ്നേഹം, ഇഷ്ടം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടു. ഫമാ ഫാറഖ്തുഹു ഹത്താ ഹതൗതു അലൈഹി മിന തുറാബ്. അങ്ങനെ പിന്നെ അദ്ദേഹം യമനിൽ നിന്നിട്ട് ഷാമിലേക്കാണ് വരുന്നത്. മദീനയിൽ വന്നു. മദീനയിൽ വീണ്ടും ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഷാമിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹത്തിന് മരണപ്പെട്ടിട്ട് മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചുമൂടി ഖബറടക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഖബറിന്റെ മേലെ ഞങ്ങൾ മണ്ണ് വാരിയിടുന്നതുവരെ, മണ്ണ് നീക്കുന്നതുവരെ ആ മനുഷ്യനുമായി ഞാൻ വിട്ടുപിരിഞ്ഞിട്ടില്ല. ആ പണ്ഡിതൻ സലഫികൾ എങ്ങനെയാവണം, യുവാക്കൾ എങ്ങനെയാവണം, ദീനിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതിൽ വ്യക്തമായ കൃത്യമായ ഒരു മാതൃകയാണിത്. അദ്ദേഹം പറയാണ് സുമ്മനളർത്തു. ആ പണ്ഡിതൻ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന് ഖബറടക്കി, നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമല്ല. വീണ്ടും അദ്ദേഹം പറയാം സുമ്മനളർത്തു ഫി അഫ്ഖഹിന്നാസി ബഅദഹു. അദ്ദേഹത്തിന്റെ ശേഷം പിന്നെ ഏറ്റവും അറിവും പാണ്ഡിത്യവുമുള്ള ആൾ ആരാണ് എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു പോയി. അപ്പോൾ ഫഅതൈതു ബന മസ്ഊദിൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇറാഖിലാണ് ഉണ്ടായിരുന്നത്. ഷാമിൽ നിന്നിട്ട് പിന്നീട് അദ്ദേഹം ഏറ്റവും വലിയ പണ്ഡിതന്റെ സമീപത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഞാൻ ചെന്നു. അവിടുന്ന് ഇൽമ തേടാനും അദ്ദേഹത്തിന്റെ കൂടെ കഴിച്ചുകൂട്ടി. നമുക്ക് മാതൃകയുണ്ടാവണം, കൃത്യമായ മാതൃകയുണ്ടാവണം, വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാവണം. ഒരാൾ മരണപ്പെട്ടു, കാര്യങ്ങൾ നിർത്തിവെക്കാതെ വീണ്ടും മറ്റുള്ള ഏറ്റവും വലിയ പണ്ഡിതനെ തെരഞ്ഞ് പോയി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി എന്നുള്ളത്. ഈ പറയുന്ന അംർ ബിൻ മൈമൂൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയർ അഅലാമിൻ നുബല എന്ന് പറയുന്ന ചരിത്രത്തിന്റെ കിതാബിൽ അത് പറയുന്നു. അദ്ദേഹം പറയും കൃഷിസ്ഥലത്ത് അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത്, ശേഷം നമ്മൾ പറയുന്നുണ്ട് തുല്ലാബുൽ ഇൽമാണെങ്കിൽ ജോലി ചെയ്യണോ ചെയ്യണ്ടേ, ജോലി ചെയ്യൽ അത്യാവശ്യമുണ്ടോ എന്നുള്ളത് സമയമുണ്ടെങ്കിൽ നമുക്കത് പറയാം. അദ്ദേഹം കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് കുരങ്ങന്മാർ ഒരു കൂട്ടങ്ങൾ വന്നു. അങ്ങനെ 2 കുരങ്ങന്മാരിൽപ്പെട്ട ഒന്ന് മറ്റതിൻ്റെ അടുത്ത് വിശ്രമിച്ച് കടന്ന് അപ്രതീക്ഷിതമായിട്ട് പുരുഷനായിരുന്ന ഭർത്താവ് എന്നുള്ള രൂപത്തിൽ അവർ കൊണ്ടു നടന്നിരുന്ന ആ കുരങ്ങ് ഉറങ്ങിയ സമയത്ത് സ്ത്രീ എന്ന് പറയുന്ന ആ കുരങ്ങൻ പുറത്തു പോയിട്ട് മറ്റൊരു കുരങ്ങുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം ഈ രംഗങ്ങൾ കണ്ടത് പറയാണ്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി സംഭവം പറയുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എല്ലാ കുരങ്ങുകളും അവർ വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൂടിയിട്ട് കുരങ്ങൾ പരസ്പരം എന്തെന്നില്ലാത്ത ഒരു ഗൗരവത്തിൽ എന്തോ ഒരു പരാതികളും സംസാരങ്ങളും ഉള്ളതുപോലെ അവരുടെ രൂപത്തിൽ. അങ്ങനെ പിന്നെ മറ്റുള്ള കുരങ്ങൾ മുഴുവനും ഈ കുരങ്ങുകളെ, ഈ തെറ്റ് ചെയ്യാൻ വേണ്ടി പോയ 2 കുരങ്ങുകൾ ഒരു മണൽ പ്രദേശത്ത് കൊണ്ടുപോവുകയും അവിടെ കുഴിയുണ്ടാക്കിയിട്ട് കുറച്ച് ഭാഗം ഇവരെ അതിൽ ഇറക്കി വെക്കുകയും അങ്ങനെ മറ്റുള്ള കുരങ്ങുകൾ ചുറ്റുപുറത്തു നിന്ന് ഈ 2 കുരങ്ങളെ എറിഞ്ഞുകൊല്ലാൻ ശ്രമം നടത്തി എറിഞ്ഞുകൊല്ലുകയും ഞാൻ ആ കുരങ്ങുകളുടെ കൂടെ ആ കൊല്ലപ്പെടുന്ന ആ തെറ്റ് ചെയ്ത കുരങ്ങളെ ഞാനും എറിഞ്ഞു എന്ന് പറയുന്ന ഒരു അസർ മഹാനായി പണ്ഡിതൻ പറയുന്നുണ്ട്. അഥവാ റജ്മ് എന്ന് പറയുന്ന വ്യഭിചരിച്ച ആളുകൾ, വിവാഹിതരായതിനു ശേഷം വ്യഭിചരിച്ച ആളുകൾക്ക് റജ്മ് എന്ന് പറയുന്ന സംഭവം ഈ മൃഗങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയറിൽ ഇത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സിയറിൽ ഈ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു സംഭവം അന്നഹു കാന യൽഖർ റജുല മിൻ ഇഖ്വാനിഹി ഫയഖൂൽ. അദ്ദേഹത്തിന്റെ സഹോദരന്മാരിൽപ്പെട്ട ആളുകൾ, യുവാക്കളുണ്ടാകും, മുതിർന്നവരുണ്ടാകും, അവരെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ലഖദ് റസഖനില്ലാഹുൽ ബാരിഹത മിനസ് സ്വലാത്തി കദാ വകദാ. ഇന്നലെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ വേണ്ടി എനിക്ക് തൗഫീഖ് നൽകി. ഏകദേശം ഇത്ര ഖുർആൻ പാരായണം ചെയ്ത് ഇത്ര റക്അത്തുകൾ ഇത്ര സമയം ഞാൻ നിർവഹിക്കാൻ എനിക്ക് തൗഫീഖ് ലഭിച്ചു. അതും തന്നെ മുമ്പ് പറഞ്ഞ ഇമാം അംർ ഇബ്നു സുബൈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്ത് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. വറസഖനി മിനൽ ഖൈരി കദാ വകദാ. ഇന്ന നന്മകൾ ഖുർആൻ പാരായണം ചെയ്യാൻ, അള്ളാഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ, രാത്രിയുള്ള ഇബാദത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നലെ രാത്രി എനിക്ക് തൗഫീഖ് നൽകി. ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്തദറക്ക് എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ ഈ 2 താബിഈങ്ങളുടെയും സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറയാണ് ഫറഹിമല്ലാഹു അംർ ഇബ്ന ഉബൈദിൻ സുബൈഇ വ അംർ ഇബ്ന മൈമൂൻ അൽ ഔദി ഫലഖദ് നബ്ബഹ ലിമാ യുറഗിബു ശബാബ ഫിൽ ഇബാദ. യുവാക്കൾക്ക് ഇബാദത്തിൽ താല്പര്യമുണ്ടാക്കുന്ന, മാതൃകയാക്കാൻ പറ്റുന്ന നിലക്കുള്ള അവരുടെ അനുഭവങ്ങളാണ് അവർ രണ്ടാളും പറഞ്ഞത്. എന്നല്ലാതെ അവർ ചെയ്ത നന്മകളെ ഒരിക്കലും എടുത്തു പറയാ എന്ന് പറയുന്ന കാര്യങ്ങളല്ല പറഞ്ഞത്. റിയാഇന് വേണ്ടിയോ ലോകമാന്യമായിട്ടോ മറ്റുള്ളവരുടെ മുന്നിൽ പേരും പ്രശസ്തിയും അംഗീകാരത്തിന് വേണ്ടി പറഞ്ഞത് ഒരിക്കലുമല്ല എന്ന് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. പിന്നെ നാലാമത്തെ വസിയത്താണ് ഷെയ്ഖിൻ്റെ. 2ാമത്തെ ഓർഡറിലെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, യുവാക്കൾക്ക് കൊടുത്ത്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അസറാണ്. സെയ്ദ് ബിനു അബി സർഖാ റഹിമഹുല്ല സുഫിയാൻ സൗരി റഹിമഹുല്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. വനഹനു അലാ ബാബിഹി.
സെയ്ദ് ബിൻ അബി സർഖ സുഫിയാൻ തൗരിയുടെ ശിഷ്യനായ അദ്ദേഹം താബികൾ ഞങ്ങൾ സുഫിയാൻ തൗരിയുടെ വീട്ടിന്റെ വാതിൽക്കൽ ചെന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, യാ മാഅ്ശറ ശബാബ്, യുവ സമൂഹമേ, തഅജ്ജലു ബറകത ഹാദിൽ ഇൽം, ഈ ഇൽമിന്റെ ബറക്കത്ത് എന്നതുകൊണ്ട് അതിൽ ആദ്യ സമയത്ത് തന്നെ നിങ്ങളുടെ യുവത്വത്തിന്റെ തുടക്കത്തിൽ പരമാവധി നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന ഇൽമുകൾ നിങ്ങൾ നേടണം, അതിൽ വേഗത കാണിക്കണം. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം പാഴാക്കരുതേ, അവസരം ഒരു പക്ഷേ നിങ്ങൾ കാത്തു നിൽക്കൂല. ഫഇന്നകും ലാ തദ്റൂന ലഅല്ലകും ലാ തബ്ലുഗൂന മാ തുഅമ്മിലൂന മിൻഹു, ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൽമ് നിങ്ങൾ കരുതിയതുപോലെ ഒരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്ന പരമാവധി വേഗതയിൽ അതിന് ഏറ്റവും നല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ യുവത്വത്തിൻ്റെ തുടക്കത്തിൽ ബറക്കത്ത് എന്ന് പറയുന്ന ഒരു ദിവസമാണെങ്കിൽ അതിൻ്റെ ബറക്കത്ത് രാവിലെ സമയത്ത്. ഒരു മനുഷ്യൻ്റെ വയസ്സും പ്രായം എന്ന് പറയുന്നത് അവൻ്റെ ഈ ചെറിയ കുഞ്ഞു പ്രായത്തിൽ നിന്ന് കഴിഞ്ഞ ആ സമയങ്ങളിൽ തന്നെയാണ്. പിന്നീട് പ്രായം കൂടുന്നതിനനുസരിച്ച് അവശതയിലേക്കും ബലഹീനതയിലേക്കും തിരക്കുകളിലേക്കൊക്കെ പോകുന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി വേഗതയിൽ നേരത്തെ തന്നെ നിങ്ങൾ ഈ ഇൽമ് അത് കരസ്ഥമാക്കാൻ തയ്യാറാവണം. നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരുപക്ഷെ പിന്നീട് നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ലിയുഫിദ് ബഅദുകും ബഅദ, നിങ്ങളിൽപ്പെട്ട ചിലർക്ക് ഷെയ്ഖ് പറയുന്ന സദസ്സിൽ വെച്ച് കേട്ട കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായവരുണ്ടാകും. ചില ആൾക്ക് അത്ര തന്നെ അത് മനസ്സിലാവാത്തവരുണ്ടാകും. കുറേ ദിവസങ്ങൾ മുമ്പ് വന്ന് പങ്കെടുത്ത ആളുകളാണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗതയിൽ മനസ്സിലാകും. നേരെ മറിച്ച് പിന്നീട് ഇപ്പോൾ തുടക്കക്കാരാണ്, പുതിയ ആളുകളാണെങ്കിൽ അവർക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകാൻ സാധ്യതയില്ല. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് തന്നിൽ നിന്ന് മുതിർന്ന ആളുകൾ ദിവസങ്ങൾ കൊണ്ട്, പ്രായങ്ങൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട്, അറിവ് കൊണ്ടൊക്കെ മുതിർന്ന ആളുകളാണെങ്കിൽ അവർ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ടും പഠിപ്പിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങൾ നേടിയെടുക്കണം. ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് മാത്രം അതന്നെ ഞങ്ങൾ പഠിക്കുള്ളൂ പിന്നല്ല എന്ന് വിചാരിക്കരുതേ. പരസ്പരം നിങ്ങൾ യാത്രയിലാണെങ്കിലും വണ്ടിയിൽ പോവുകയാണെങ്കിലും ദുന്യവ്യാ സംസാരങ്ങൾ മാറി നിൽക്കും. സദസ്സുകൾ വെച്ച് ഇൽമിൻ്റെ സദസ്സിൽ വെച്ച് കിട്ടിയ കാര്യങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും. അങ്ങനെയുണ്ടായിരുന്നു ഉലമാക്കൾ. പണ്ഡിതന്മാർ പറയും, എപ്പോഴും ഒരാൾ ഇൽമ് തേടുന്ന ഒരാൾ അവന് അതുപോലത്തെ ഹിർസും ഉന്മേഷവും താല്പര്യവുമുള്ള ഒരു സഹപാഠി കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത്. എന്നിട്ട് മുദാഖറ നടക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിച്ചുകൊണ്ട്. യാത്രയിലാണ്, ഇൽമിൻ്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് മുഴുവനും ആ സദസ്സിലുണ്ടായ കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ഒരുത്തിന് കുറച്ച് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാകും, വ്യക്തമായിട്ടുണ്ടാകും. ഉള്ളവർക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. തഅജ്ജലു ബറകത ഹാദിൽ ഇൽം എന്ന് പറഞ്ഞാൽ ഇൻതഹിസു ഫുർസത ശബാബിക്കും, നിങ്ങളുടെ യുവത്വത്തിൻ്റെ ആ ഒരു അവസരം, ആ ചാൻസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വഗ്തനിമുഹാ ലിതുഹസ്സിലുൽ ഇൽം, നിങ്ങൾക്ക് ഇൽമ് കരസ്ഥമാക്കാൻ വേണ്ടി അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരു മനുഷ്യൻ അവന് പ്രായമാകും തോറും ലാ യകൂനു ഇൻദഹു മിനൻ നശാത്തി വദ്ദാകിറത്തി വൽ ഖുദ്റത്തി, അവൻ്റെ ആ തുടക്കത്തിലുള്ള പ്രസരിപ്പ്, ഉന്മേഷം, അതേപോലെ തന്നെ അവൻ്റെ മെമ്മറി പവർ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മുടെ ബുദ്ധിശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കുമല്ലോ. വൽ ഖുദ്റത്തി അലൽ ഇസ്തിദ്കാർ, പരസ്പരം പറഞ്ഞ് പഠിക്കാനും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിച്ച് കാര്യങ്ങൾ നേടാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. മിസ്ല മാ ഹുവ ഫീ മർഹലത്തി ശബാബിഹി, യുവത്വത്തിലുള്ളതുപോലെ കഴിയൂല. അതേപോലെ മറ്റുള്ള ഒരുപാട് ജോലികൾ, തിരക്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പിടികൂടാൻ സാധ്യതയുണ്ട് മനുഷ്യന്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി യുവത്വത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു ഉപമ, യുവത്വത്തിൻ്റെ ആ സമയം, ശബ്ബഹതു ശബാബ മാ ശബ്ബഹതു ശബാബ ഇല്ലാ ബിശൈഇൻ കാന ഫീ കുമ്മി ഫസഖത്ത്. യുവത്വം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യുവത്വം എന്ന് പറയുന്നതിനെ എനിക്ക് ഉപമിക്കാൻ കഴിയുന്നത് അവൻ്റെ കുപ്പായത്തിൻ്റെ കയ്യിൽ, കുമ്മ് എന്ന് പറയുന്നത് സാധാരണ ഈ പറയുന്ന ഇതിനാണ് കുമ്മ് എന്നൊക്കെ പറയുന്നത്, വസ്ത്രത്തിൻ്റെ. അപ്പോൾ അതിലെന്തെങ്കിലും ചുരുട്ടി മടക്കിയിട്ട് ഒരാളിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്രതീക്ഷിതമായിട്ട് താഴെ ചാടിപ്പോയി. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ യുവത്വം. വളരെ കുറഞ്ഞ സമയമേ അപൂർവമായിട്ടേ ലഭിക്കുള്ളൂ. അത് ഏത് സമയത്തും അവന് തീരാനും മതി. സൗഫ, പിന്നീട് ഞാൻ ചെയ്യാം, പിന്നീട് എനിക്ക് എന്ന് പറയുന്ന സുവീഫ് എന്ന് പറയുന്ന ഒരിക്കലും നിങ്ങൾ പിടികൂടരുതേ. ഫഇന്നകും ലാ തദ്റൂന ലഅല്ലകും ലാ തബ്ലുഗൂന മാ തുഅമ്മിലൂന ബിഹി, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും ഒരു പക്ഷേ അല്ലാമ സാലിഹുൽ ഫൗസാനെ പോലെ ആകണം, കൽബാനിയെ പോലെയാകണം, ഇബ്നു ബാസിനെ പോലെയാകണം, ആ ഉലമാക്കളൊക്കെ പേര് കേട്ടവരാണെങ്കിൽ. അതല്ലെങ്കിൽ ഒരു അറിയപ്പെട്ട ഒരു ദായിനൊക്കെ അതുപോലെ എനിക്കും ആഗ്രഹമില്ലാത്തവരാരും ഉണ്ടാകൂല. പക്ഷെ ആഗ്രഹം കൊണ്ട് കാര്യങ്ങൾ നടക്കൂല. വിലപ്പെട്ട സമയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി കഠിനാധ്വാനം ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ആഗ്രഹം കൊണ്ട് പണ്ഡിതനാകുക എന്നുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ആലിമീങ്ങളായിരിക്കും. ആർക്കും ആഗ്രഹമില്ലാത്തത്? അധ്വാനം വേണം. സമയത്തിന് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും.
ഗ്രന്ഥങ്ങൾ വായിക്കണം, സദസ്സുകളിൽ പങ്കെടുക്കണം, അതേപോലെ തന്നെ കേൾക്കാൻ തയ്യാറാവണം. അങ്ങനെ വലാക്കിൻ ഇദാ ജാഹദ നഫ്സഹു, സ്വന്തം ശരീരത്തോട് സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി, വസ്തആന ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായത്തെ തേടിയാൽ അവന്റെ വിലപ്പെട്ട ആ സമയം ഉപയോഗപ്പെടുത്താൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതീക്ഷിക്കാത്ത ഖൈറാത്തുകൾ, നിഅമത്തുകൾ അവന് നൽകുകയും ചെയ്യും എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ വസിയത്തായിട്ട് ഷെയ്ഖ് ഹഫിളഹുല്ല ഇതിൽ പറഞ്ഞത്, ഈ രണ്ടാമത് പറയുന്ന വസിയത്ത് അതിപ്രധാനമായതാണ് താൻ. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ള വസിയത്തുകളൊക്കെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഇത് അതിപ്രധാനമായതാണ്. അൽ വസിയത്തു സാനിയ, രണ്ടാമത്തെ വസിയത്ത് അനസ് ബിൻ സീരീൻ റഹിമഹുല്ല, മുഹമ്മദ് ബിൻ സീരീൻ, അനസ് ബിൻ സീരീൻ സഹോദരന്മാരായിരുന്നു. ഈ പറയുന്ന ഇതേപോലെ തന്നെ ചെറിയ വാക്കിൽ ചെറിയ വ്യത്യാസത്തോടുകൂടെ മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞിട്ടുണ്ട്. ശേഷം പറയുന്ന വസിയത്ത് പണ്ഡിതന്മാർ സാധാരണ ധാരാളം സമയത്ത് പറയൽ മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വസിയത്താണ്. രണ്ടും ആശയം ഒന്ന് തന്നെയാണ്. അനസ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹമ്മാദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മഹാനായ ഹദീസ് പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയാണ്, ഞങ്ങൾ അനസ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീട്ടിൽ കടന്നു ചെന്നു. ഫീ മറളിഹി, അദ്ദേഹം രോഗിയായി കിടക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ രോഗം സന്ദർശിക്കാൻ കൂടിയാണ് ഉദ്ദേശിച്ചത്. ഫഖാല, അപ്പോൾ രോഗിയെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ചെന്ന ഞങ്ങളോട് മഹാനായ പണ്ഡിതൻ അനസ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത്തഖുല്ലാഹ യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഉൻളുറൂ മിമ്മൻ തഅഖുദൂന ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, അന്ന് ഹദീസ് പഠിക്കലാണ്, ഖുർആനും ഹദീസും അത് തന്നെയാണ് ഇൽമ്, അത് തന്നെയാണ് ദീൻ. നിങ്ങൾ ഈ ഹദീസുകളെ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടുന്നാണ് നിങ്ങൾ ഇൽമ് കേൾക്കുന്നു, ആരെ ക്ലാസ്സാണ് കേൾക്കുന്നത്, ആരെ ബുക്കാണ് വായിക്കണത്, ആരെ സദസ്സിലാണ് നിങ്ങൾ ദീന് പഠിക്കാൻ വേണ്ടി പങ്കെടുക്കുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്നഹാ മിൻ ദീനിക്കും, ഫഇന്നഹാ മിൻ ദീനിക്കും, നിങ്ങൾ ആ പഠിക്കുന്ന ഇൽമാണ് പിന്നെ നിങ്ങളുടെ അമലായിട്ട്, നിങ്ങളുടെ ദീനും ആദർശവുമായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്നത്. അപ്പൊ എവിടുന്നാണ് ഇൽമെടുക്കുന്നത്, ആരാണ് ഷെയ്ഖ്, ആരാണ് ദായി, ആരെ സദസ്സിലാണ് പങ്കെടുക്കുന്നത്, ആരെ ക്ലാസ്സാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. എന്നിട്ടത് സ്വീകരിക്കാൻ പറ്റുന്നവരാണെങ്കിലേ സ്വീകരിക്കാൻ പാടുള്ളൂ. എല്ലാം കേൾക്കുക, എല്ലാം വായിക്കുക, എല്ലായിടത്തും പോവുക, നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരിക്കലും അതൊരു ന്യായമല്ല, അത് നടക്കണ കാര്യമല്ല. നല്ലത് തിരഞ്ഞെടുക്കാൻ ആദ്യം എനിക്കറിയുമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അതും ഇതും കേൾക്കാൻ പോകുന്നു? എനിക്കതറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ കേൾക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള വിവേചന അറിവും കഴിവും പക്വതയുള്ള ആളാണെങ്കിൽ ഞാൻ പിന്നെ പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ആരാണ് പണ്ഡിതൻ, ആരാണ് ദാഴി, ആരതാണ് കേൾക്കേണ്ടത്, എവിടെ എനിക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് ആദ്യം ഒരു വ്യക്തത ഉണ്ടാക്കാൻ തയ്യാറാവണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എങ്ങനെയാണ് അപ്പം നമ്മളത് സെലക്ട് ചെയ്യൽ, എങ്ങനെ തിരഞ്ഞെടുക്കൽ. ഏറ്റവും ആദ്യം ഇതിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ക്ലിയറാക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്, അള്ളാഹുവിനോട് സഹായത്തെ തേടുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് സഹായത്തെ തേടുക. നമുക്ക് ഇൽമില്ല, നമ്മൾ ബലഹീനരാണ്, നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് നിന്നാൽ അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് പറയുന്നൊരു ദുആയുണ്ട്. ആ ദുആ കാണാതെ പഠിക്കണം. നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള സദസ്സുകളിൽ വെച്ച് നമ്മൾ സഹോദരങ്ങൾ ഉണർത്തിയതാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രായീല വമീകാഈല വഇസ്രാഫീല ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി വൽ, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും മുഖർറബീങ്ങളായ മലക്കളെ പേരെടുത്ത് പറഞ്ഞു അവരുടെ റബ്ബായ അള്ളാഹുവെ എന്ന് തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ജനങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും സത്യം അസത്യം തിരിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സത്യത്തിലേക്ക് അള്ളാഹുവെ നീ എന്നെ അതിലേക്ക് ചേർത്ത് എനിക്കതിന് തൗഫീഖ് നൽകണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള രാത്രിയുടെ അവസാന സമയത്ത് ഖിയാമുൽ ലൈലിൽ ദുആ ചെയ്ത ദുആയാണ്. അതുകൊണ്ട് തന്നെ ആ ദുആ നമ്മൾ നിരന്തരം ദുആ ചെയ്യുക. അല്ലാഹുവിനോട് നിസ്കാരത്തിലാണെങ്കിലും സുജൂദിലാണെങ്കിലും പ്രാരംഭ പ്രാർത്ഥനയിലാണെങ്കിലും ഖിയാമുൽ ലൈലിലാണെങ്കിലും മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളും അല്ലാത്ത സമയത്തും ഈ ദുആ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനോട് ഹക്കിന് വേണ്ടി നമ്മൾ തേടുക, സത്യത്തിലേക്ക് ചേർക്കാൻ വേണ്ടി തേടുക, ആശയക്കുഴപ്പത്തിൽപ്പെട്ട് അപകടപ്പെടാതിരിക്കാൻ വേണ്ടി തേടുക, ഫിത്നകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുക. അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായിട്ട് പഠിച്ച് ശരിക്കും മനസ്സിലാക്കിയ സത്യസന്ധരായ വിശ്വസ്തരായ ഉലമാക്കളെ അവരിലേക്ക് എത്താനും അവരെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അറിയപ്പെട്ട, ഉദാഹരണം പറയും, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ
അബ്ദുൽ അസീസ് ബിൻ ബാസ് എന്ന് കേട്ടാൽ നമ്മുടെ നാട്ടുകാരനൊന്നല്ലാതുള്ളത് ശരിയാണ്. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ എന്ന് കേട്ടാൽ, നാസിറുദ്ദീൻ അൽബാനി എന്ന് കേട്ടാൽ, അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദി എന്ന് കേട്ടാൽ, പിന്നെ അല്ലാമ സാലിഹുൽ ഫൗസാൻ എന്ന് കേട്ടാൽ, ഇതൊക്കെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പിതാക്കളാണ്, ദീനിന്റെ പിതാക്കളാണ്. ഉലൈക ആബാഇ ഫജിഇനി ബിമിസ്ലിഹിം, ഇവരൊക്കെയാണ് നമ്മുടെ വാപ്പാർ. സ്വന്തം നമ്മളെ ജനിപ്പിച്ച ഒരു പിതാവ് ഒരു മനുഷ്യന് നൽകിയതിലേറെ അവർ ഭക്ഷണം, വെള്ളം, വീട്, വാഹനം, മറ്റുള്ള സൗകര്യങ്ങളായിരിക്കും നൽകിയിട്ടുണ്ടാകും. പക്ഷെ ഈ ഉലമാക്കൾ ഇവർ നമുക്ക് നൽകിയത് അതിലേറെ വലിയ മഹത്തായ നിയമത്തുകളാണ്. അപ്പം ഇതേപോലെ ഉലമാക്കൾ അറിയപ്പെട്ട, സമൂഹത്തിൽ അറിയപ്പെട്ട വിശ്വസ്തരായ, സമർത്ഥരായി ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചവരാണെങ്കിലും, അല്ലാമ റബീ ഇബ്നു ഹാദിൽ മദ്ഖലി, ഇങ്ങനത്തെ അറിയപ്പെട്ട പണ്ഡിതന്മാർ അവരുടെ ദർസുകളും കാര്യങ്ങളും അവരെഴുതിയ പുസ്തകങ്ങളും അത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക. അവരുമായി ബന്ധം പുലർത്തുന്ന, നമ്മുടെ കയ്യെത്തുന്ന ആളുകളാണെങ്കിൽ, ഇൽമൊന്നും അറിയാത്ത ആളുകൾക്ക് ഈ പറയുന്നവരെയും നമുക്ക് അവരെ സഹായികളായി സ്വീകരിച്ചുകൊണ്ട് അവരുടെ ക്ലാസ്സുകളും ദർസുകളും കേട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. എവിടെയെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, ദുന്യാവിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന വിഷയങ്ങൾ, നമ്മൾ അള്ളാഹുവിനോട് സഹായത്തെ തേടി, കാവലിനെ തേടി സുരക്ഷിതരായി പോകും. ദീന്റെ കാര്യത്തിൽ അതിലേറെ നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ടേ സഹായത്തിന് തേടാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്സഹായനായ മനുഷ്യനെ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. അള്ളാഹു സഹായിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. പലരുടെയും അനുഭവങ്ങൾ നമുക്കറിയാം. പലരുടെയും അനുഭവങ്ങൾ മുഹമ്മദ് സയ്യിദ് റസ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി ജൂതനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഷെയ്ഖ് മുഹമ്മദ് അസദ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്ന ഒരു ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ, അദ്ദേഹം ജൂതനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ജൂത കുടുംബത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന് വലിയ ഒരു ജൂത പണ്ഡിതനാകാൻ വേണ്ടി, പുരോഹിതനാകാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നുള്ളത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജർമ്മനിയിലോ യൂറോപ്പിലൊക്കെ ആയിരുന്നു അവരുടെ കുടുംബങ്ങൾ. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം സിറിയയിൽ എത്തിപ്പെടുകയാണ്. സിറിയയിൽ അദ്ദേഹം വന്ന സമയത്ത് പലതും അദ്ദേഹം വായിക്കുമായിരുന്നു. അറബിയിൽ എന്ത് കണ്ടാലും വായിക്കുമായിരുന്നു എന്നുള്ളത്. അങ്ങനെ വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഖുർആാനിന്റെ 2 പരിഭാഷ അദ്ദേഹത്തിന്റെ കയ്യിൽപ്പെട്ടു. ജർമ്മനിയിലും ഫ്രാൻസിലും ഭാഷയിൽ എഴുതപ്പെട്ട ഖുർആാന്റെ 2 പരിഭാഷ. ആ പരിഭാഷ അദ്ദേഹം വായിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അനുഭവം പറയാണ്, ഇസ്ലാമിന്റെ ആളുകളെടുത്ത് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളിലാണ് സത്യം എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. സത്യം ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. ജൂത കുടുംബങ്ങളിലോ ജൂത പണ്ഡിതന്മാരുടെ കയ്യിലോ അതല്ലെങ്കിൽ ക്രിസ്തീയ പണ്ഡിതന്മാരുടെ, പുരോഹിതന്മാരുടെ കയ്യിലല്ല, സത്യം ഇതിലുണ്ട്, ഈ പറയുന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെട്ടു. ഈ 2 പരിഭാഷ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥാലയങ്ങളിൽ നിന്ന് വായ്പ വാങ്ങിയതാണ് എന്നാണ് മുഹമ്മദ് സയ്യിദ് റസ്ലാൻ ഹഫിളഹുല്ലാ പറയുന്നത്. അദ്ദേഹത്തിന് അത് കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയാതെ. അങ്ങനെ ഈ മനുഷ്യൻ വീണ്ടും വായനയും പഠനവും തുടരുകയും, പിന്നീട് അദ്ദേഹത്തിന് മദീനയിൽ നിന്നാണ് ഈ ദീന് വന്നത് എന്നുള്ളത് അദ്ദേഹം കേട്ട സമയത്ത് മദീന ലക്ഷ്യമാക്കി വരികയും, മദീനയിൽ മസ്ജിദ് നബവിയിൽ വന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും, അവിടെയുണ്ടായിരുന്ന ദർസുകളിൽ, പണ്ഡിതന്മാരെ നടത്തുന്ന ദർസുകളിൽ അദ്ദേഹം നിരന്തരം പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം മഹാനായൊരു പണ്ഡിതൻ മുഹമ്മദ് അസദ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് നമ്മൾ ഓരോ ആളുകൾക്കും ഇതൊക്കെ, ഈ നിയമത്തുകളൊക്കെ ലഭിക്കാവുന്നത്. നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് കേട്ട് അത്ഭുതപ്പെടും നമുക്ക്. അദ്ദേഹത്തിന്റെ പിതാവ് ഹനഫി മദ്ഹബുകാരനായ വലിയൊരു പണ്ഡിതനായിരുന്നു. വാപ്പാക്ക് വാച്ച് നന്നാക്കുന്ന ജോലിയായിരുന്നു. ആ പിതാവ് ഈ മകനെയും ഈ 2 കാര്യങ്ങൾ, ദീനിന്റെ വിഷയത്തിൽ ഹനഫി മദ്ഹബും തൊഴിലൊരു ജീവിതമാർഗം എന്ന നിലക്ക് വാച്ച് നന്നാക്കുന്ന ജോലിയുമാണ് ആ മകനും പഠിപ്പിച്ചു കൊടുത്തത്. അതിലേക്കൂടെയാണ് ആ മകനെ വളർത്തി വലുതാക്കാൻ ആ പിതാവ് ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷെ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹു ഹദീസുമായിട്ടുള്ള ആ വിവരവും അതിനെക്കുറിച്ചുള്ള പഠനവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇഷ്ടം ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗത്തിൽ കൂടെ അദ്ദേഹം ഹദീസിന്റെ കിതാബുകളും മറ്റും, അവിടെ ഉണ്ടായിരുന്ന ലാഹിരി മക്തബ എന്ന് പറയുന്ന സിറിയയിലുണ്ടായിരുന്ന വലിയ ഗ്രന്ഥാലയമുണ്ട്. അവിടെ പൊടി പിടിച്ച് കിടക്കുന്ന വലിയ കിതാബുകൾ ഉണ്ടായിരുന്നു. ഭരണകൂടവും ഗവൺമെന്റും ഒന്നും സലഫികൾക്കോ തൗഹീദുള്ള സുന്നത്തിന്റെ ആളുകൾക്കോ സഹായികളല്ലായിരുന്നു. അങ്ങനെ ആ ഗ്രന്ഥാലയത്തിൽ അദ്ദേഹം പല സമയത്തും സന്ദർശനം നടത്തുമായിരുന്നു. അവിടുന്ന് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എടുത്തു നോക്കും, പ്രത്യേകിച്ച് ഹദീസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ. വാച്ച് നന്നാക്കുന്ന ജോലി വാപ്പ പഠിപ്പിച്ചു കൊടുത്ത് പിന്നീട് ഈ മദ്ഹബിന്റെ, ഹനഫി മദ്ഹബുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിതാവും ആ യുവാവും തമ്മിൽ ഉടലെടുക്കുകയും തന്റെ സഹോദരന്മാരുടെ സഹായത്തോടു കൂടെ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വാച്ച് നന്നാക്കുന്ന കട അദ്ദേഹം തുറക്കുകയും ചെയ്യും. അങ്ങനെ ഗ്രന്ഥാലയത്തിൽ ധാരാളം സമയം കഴിച്ചുകൂട്ടുകയും അത്യാവശ്യമുള്ള തന്റെ വരുമാന മാർഗത്തിനു വേണ്ടി വാച്ച് നന്നാക്കുകയും ചെയ്തിരുന്ന അൽബാനി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ. അദ്ദേഹം വന്നത് അൽബേനിയയിൽ നിന്നാണ് ആ കുടുംബം വന്നത്. സിറിയയിൽ ആണ് അദ്ദേഹം ജീവിച്ചത്. ഇന്ന് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഹദീസിന്റെ വിഷയത്തിൽ സഹഹുൽ അൽബാനി, ഹസനഹുൽ അൽബാനി എന്ന് അറേബ്യൻ നാടുകളിൽ ജീവിച്ച മക്കയിലും മദീനത്തുമുള്ളവരടക്കമുള്ള പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ബഹുമാനാദരവിൽ ആ മനുഷ്യൻ ഉയർന്നു വന്നു എന്നുള്ളതാണ്. അധ്വാനം ഒരു ഭാഗത്ത്, നമ്മുടെ ഭാഗത്ത് ആവശ്യമാണ്.
നമ്മൾ ആരടുത്തു നിന്നാണ് എൽമെടുക്കുന്നു എന്നുള്ളത് അതിൻ്റെ മുമ്പ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമുക്കതൊന്നും കഴിയൂല, തിരിച്ചറിയാൻ കഴിയൂല എന്ന് പറയുന്നത് അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ളത്. ദുനിയാവിൻ്റെ ഏത് കാര്യത്തിലാണെങ്കിലും, വളരെ നിസ്സാരമായ കാര്യങ്ങൾ, ഒരു മൊബൈലാണെങ്കിൽ, ഒരു ഉൽപ്പന്നമാണെങ്കിൽ, അതല്ലെങ്കിൽ തൊഴിലാണെങ്കിൽ, ചികിത്സയാണെങ്കിൽ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും അത് സൂക്ഷ്മമായി പഠിക്കാനും അതിൽ ചതിയും വഞ്ചനയുമില്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാനും നമുക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ ദീനിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ നിസ്സഹായരാണ്, അബലരാണ് എന്ന് ആളുകൾ പറയുന്നത് അത് നിരർത്ഥകമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏതാണെങ്കിലും ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും എന്ന്, ഈ പറയുന്ന നിങ്ങൾ പഠിക്കുന്ന ഈ ഇൽമ അതാണ് നിങ്ങളുടെ ദീനായിട്ട് വരുന്നത്. അതുകൊണ്ട് ആരടുത്തുനിന്നാണ് നിങ്ങളത് സ്വീകരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, നിങ്ങൾ അത് ഉറപ്പുവരുത്തണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഫൽ വാജിബു അലൽ മുസ്ലിമി അൻ യതജന്നബ അഹ്ലൽ ബിദഅി, ബിദഅത്തിന്റെ ഹവന്റെ ആളുകൾ, ബിദഅത്തിന്റെ ആളുകൾ, സുന്നത്തിന് വിരുദ്ധമായ ആളുകൾ, തൻ്റെ ദേഹ ഇച്ഛക്കനുസരിച്ച് പോകുന്ന ആളുകൾ, അവരടുത്ത് കൂടാനും അവർ പറയുന്നത് കേൾക്കാനും അവരുടെ സദസ്സിൽ പങ്കെടുക്കാനും അവരുമായി സ്റ്റേജിലും മറ്റും പങ്കെടുക്കാനും അതിൽ അവരുടെ കൂടെ ഭാഗവാക്കാകാനും ഒരിക്കലും പാടില്ല. അവരെ അതിന് മാത്രം ഗൗരവത്തോടു കൂടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അത് നമ്മെ ഉണർത്തിയതാണ്. ഈ പറയുന്ന അസർ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ സീരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൻ്റെ മുഖവുരയിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ ഈ പഠിക്കുന്ന ഇൽമ അതാണ് ദീന്, ആരടുത്തു നിന്നാണ് നിങ്ങളത് സ്വീകരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ കാര്യത്തിൽ ബിദഅത്തിന്റെ ആളുകൾ, ദേഹ ഇച്ഛയെ പിൻപറ്റുന്ന ആളുകൾ ഒരിക്കലും അവരിൽ നിന്ന് കേൾക്കാൻ പോകരുത്, അവരെ കൂടെ നടക്കാൻ പോകരുത്, അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കാനും പാടില്ല. മുഹമ്മദ് ബിൻ സീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു സംഭവം ഇമാം ദാരിമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ദഖല റജുലാനി മിൻ അസ്ഹാബിൽ അഹ്വാഇ അല ബിൻ സീരീൻ. മുഹമ്മദ് ബിൻ സീരി റഹ്മത്തുള്ളാഹി അലൈഹി പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ദേഹ ഇച്ഛകൾക്കനുസരിച്ച് തോന്നിയതുപോലെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആളുകൾ, സുന്നത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ, സുന്നത്തിൽ എന്താ വന്നു എന്നുള്ളത് നോക്കാത്ത ആളുകൾ, രണ്ടാളുകൾ മുഹമ്മദ് ബിൻ സീരിൻ്റെ അടുത്ത് പള്ളിയിൽ കടന്നു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, യാ അബാബക്കർ നുഹദ്ദിസുക ബിഹദീസിൻ, നിങ്ങളുമായിട്ടൊരു ഹദീസ് നമ്മൾ പരസ്പരം അങ്ങോട്ടും പറഞ്ഞിട്ട് ചർച്ച ചെയ്യല്ലേ? അദ്ദേഹം പറഞ്ഞില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, എന്നാൽ ഫനഖറഉ അലൈക ആയത്തൻ മിൻ കിതാബിൽ, ഹദീസാണെങ്കിൽ ദഈഫ് സഹീഹ് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. വിനായത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങളെല്ലാവരും ഏക അഭിപ്രായക്കാരാണ്. ഒരായത്ത് പരസ്പരം ഞങ്ങൾ പാരായണം ചെയ്യട്ടെ, എന്നിട്ട് അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഖാല ലാ, ഹദീസ് നിങ്ങൾ പാരായണം ചെയ്യേണ്ട. ലതഖൂമാനി അന്നി ഔ ലഅഖൂമൻ, ഒന്നിരിക്കൽ നിങ്ങൾ രണ്ടാളും എൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് എണീറ്റ് പോകണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എണീറ്റ് പോകും എന്ന് പറഞ്ഞു. ഖാല ഫഖറജ, അപ്പോൾ അവർ രണ്ടുപേരും അവിടുന്ന് എണീറ്റ് പോയി. അവിടെ ഈ രംഗം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞു, യാ അബാബക്കർ, ഷെയ്ഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബാബക്കർ വമാ കാന അലൈക അൻ യഖറ അലൈക ആയത്തൻ മിൻ കിതാബില്ലാഹി തആല, ഒരായത്ത് എന്തുകൊണ്ട് അവർ പാരായണം ചെയ്തു? എന്താ പിന്നെ പ്രശ്നം? ഒരായത്ത് നിങ്ങളടുത്ത് വന്ന് പാരായണം ചെയ്തു, നിങ്ങളത് കേട്ടു, അവർക്ക് എന്തെങ്കിലും സംശയമോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്തു, എന്തായാലും പ്രശ്നം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖശീതു അൻ യഖറഅ അലയ്യ ആയതൻ ഫയുഹർരിഫാനിഹാ ഫയഖിറു ദാലിക ഫീ ഖൽബി, അവരെങ്ങാനും എൻ്റെ അടുത്ത് വന്നൊരു ആയത്ത് പാരായണം ചെയ്ത് അതവർ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് എൻ്റെ അർത്ഥം മാഷ ഇങ്ങനല്ലേ, അവിടെ കണ്ടത് അങ്ങനല്ലേ, മറ്റൊരിടത്ത് കണ്ടത് ഇങ്ങനല്ലേ എന്നവർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിലത് തട്ടിയാൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപകടപ്പെടും എന്ന്. വിദേഹത്തിൻ്റെ ആഴത്ത് പോയിട്ട് ഇൽമ് കേൾക്കരുതേ എന്നുള്ളത്, ദീനെടുക്കരുതേ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അവർ നമ്മുടെ അടുത്ത് വന്നൊരാൾ പറയാൻ പോലും ഒരു ഇടവരുത്തരുത്, ചെവി കൊടുക്കരുത്. ഇത് ഈ ഒരു മുഹമ്മദ് ബിൻ സീരീൻ്റെ ഒരു അനുഭവം മാത്രമൊന്നല്ല, ഇതുപോലെ താബിഈകളായ മുൻഗാമികളായ പലരും ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞത്. മുഹമ്മദ് അമാനുൽ ജാമി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, മുഹമ്മദ് അമാനുൽ ജാമി, ഇദാ അലിംനൽ ഇൽം അലിംനൽ ഉലമാ طيب إذا علمنا العلم علمنا العلماء من يحملون هذا العلم النافع والعلماء الربانيون എന്നിട്ട് ശരിയായ പണ്ഡിതന്മാർ അവരുടെ അടയാളങ്ങൾ ഷെയ്ഖ് ദീർഘമായി കുറച്ച് ഭാഗത്ത് പറയുന്നുണ്ട്. മുഹമ്മദ് അമാനുൽ ജാമി എന്ന് ഞാൻ പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യൻ റബീ ഇബ്നു ഹാദിൽ മദ്ഖലിപ്പെടുത്ത് മരണപ്പെട്ടു പോയ റഹിമഹുല്ല, ഇന്ന് സൗദി അറേബ്യയുടെ മുഫ്തിയായി നിൽക്കുന്ന അല്ലാമ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല, അവരുടെയൊക്കെ ഷെയ്ഖായിട്ടുള്ള ആളാണ് മുഹമ്മദ് അമാനുൽ ജാമി. ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളായിരുന്നത്. ആഫ്രിക്കയിൽ നടന്നുകൊണ്ട് യമൻ വഴിക്ക് സൗദി അറേബ്യയ്ക്ക് വന്ന് അവിടെ വെച്ച് ഇൽമ് തേടി ഉയർന്ന സ്ഥാനത്തെത്തി. ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനത്തുൽ ജാമിഅ ഇസ്ലാമിയിൽ അധ്യാപകനും മുദരിസാക്കി നിശ്ചയിച്ച ആളാണ്. ഈ പറയുന്ന ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ പണ്ഡിതന്മാരുടെ ഷെയ്ഖുമായിരുന്നു.
അദ്ദേഹം ശരിയായൊരു പണ്ഡിതനെ മനസ്സിലാക്കാൻ ഒരു അടയാളം, പലതും പറയുന്നതിന് പല അടയാളങ്ങളും പറയുന്നതിന് കൂട്ടത്തിൽ പറഞ്ഞ ഒരടയാളം, ശരിയായ റബ്ബാനികളായ ദീൻ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്ന നല്ല പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അല്ലദീന യുറബ്ബൂന സിഗാറ ത്വലബത്തി ബിസിഗാരിൽ ഇൽമി, ചെറിയ ചെറിയ വിദ്യാർത്ഥികൾ. ചെറിയ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ പ്രായം കൊണ്ട് മാത്രമല്ല, ഇൽമ് തേടുന്ന വിഷയത്തിൽ മുതിർന്നവരാണെങ്കിലും അവർ ചെറിയ കുട്ടികളെ പോലത്തെ തുടക്കക്കാരായ ആളുകൾ എന്നർത്ഥം. അങ്ങനത്തെ ആളുകൾക്ക് ചെറിയ ചെറിയ ഇൽമ്, താങ്ങാ പൊന്തുന്ന ഇൽമ്, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇൽമ്, തൗഹീദിന്റെ വിഷയത്തിലാണെങ്കിലും ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും മുസ്ലിമീങ്ങളുടെ സ്വഭാവത്തിലും ഇടപാടുള്ള കാര്യങ്ങളാണെങ്കിലും ചെറിയ ചെറിയ നിലക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഘട്ടം ഘട്ടങ്ങളായിട്ട് പടിപടിയായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആദ്യക്കന്നെ ഒരുപാട് വിശദീകരണം, ആദ്യക്കന്നെ ഒരുപാട് ഗഹനമായ പഠനങ്ങളും, ആദ്യക്കന്നെ ഒരുപാട് വലിയ സദസ്സും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് അദ്ദേഹം പറഞ്ഞുലേ, എത്ര വിശദമായിട്ട് പറഞ്ഞുലേ, എത്ര അർത്ഥങ്ങൾ, എത്ര തെളിവുകൾ പറഞ്ഞു. ഇതൊരിക്കലും ഒരു നല്ല ഒരു പണ്ഡിതന്റെ അടയാളമായിട്ട് ഈ ഉലമാക്കളാരും എണ്ണുന്നില്ല എന്നല്ല. ശരിയായ ഒരു ആലിമാണെങ്കിൽ, റബ്ബാനിയായ ഒരു പണ്ഡിതനാണെങ്കിൽ തൻ്റെ മുന്നിലുള്ള ഈ വ്യക്തിയുടെ കപ്പാസിറ്റിയും അവൻ്റെ കഴിവും അവൻ്റെ പ്രാപ്തിയും മനസ്സിലാക്കിയിട്ട് ചെറിയ ചെറിയ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. ഏറ്റവും ഒരു മനുഷ്യന് വിശ്വാസപരമായ കാര്യങ്ങൾ തന്നെയാണ് അത്യാവശ്യമുള്ളത്. നിർബന്ധമായ ഇബാദത്തുകളാണ് അത്യാവശ്യം. ഇങ്ങനത്തെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ഘട്ടം ഘട്ടങ്ങളായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് യുറബ്ബൂന സിഗാറ ത്വലബത്തി ബിസിഗാരിൽ ഇൽം തുമ്മ യതദറജൂന മഅഹും, അങ്ങനെ അവരുമായിട്ട് അവരെങ്ങനെ പഠിപ്പിച്ച് വളർത്തി പടിപടിയായിട്ട് ഉയർന്നുയർന്നിങ്ങനെ വന്ന് അങ്ങനെ ഹത്താ യതഫഹമു ഫീ ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ ദീനിൽ നല്ല ഒരു ഉറച്ച കൃത്യമായ വ്യക്തമായ അറിവ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ നേടിയെടുക്കും. എന്നല്ലാതെ ലാ യബ്ദഊന ബിൽ മുതവ്വലാത്ത്, വലിയ വലിയ ഗ്രന്ഥങ്ങൾ, വലിയ വലിയ വിഷയങ്ങൾ, ഗഹനമായ ഒരുപാട് പരന്നുപിടിച്ച കാര്യങ്ങൾ അതുമായിട്ട് തുടങ്ങിയേയില്ല. ചെറിയ പുസ്തകങ്ങൾ, ചെറിയ കിതാബുകൾ, ചെറിയ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അങ്ങനെ പിന്നീട് പടിപടിയായിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് പോകുന്ന ഇത് റബ്ബാനികളായ ശരിയായ പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്, ശരിയായ ഉലമാക്കളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത്. പിന്നെ മറ്റ് ഒരു അടയാളം പറയുന്നത് അന്നഹു മുത്തബിഉൻ, ഈ പറയുന്ന അടയാളം ഉലമാക്കൾ സലഫികൾ ശരിയായ പണ്ഡിതന്മാരുടെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഷെയ്ഖ് അഹ്മദ് ബിൻ ബാസമുൽ ഹഫിളഹുല്ല എന്ന് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ സാലുകളിൽ ശരിയായ പണ്ഡിതൻ എന്ന് പറയുന്നത് മുത്തബിഉൻ ലിമാ ജാഅ ഫിൽ കിതാബി വസുന്ന, ഖുർആനിലും സുന്നത്തിലും വന്നതിനെ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും. അവരുടെ പ്രസംഗങ്ങളിലാണെങ്കിലും അവരുടെ ദർസിലാണെങ്കിലും അവരുടെ സംസാരങ്ങളിലാണെങ്കിലും ഖുർആനും സുന്നത്തും. ഫലാ യുഖദ്ദിമുൽ ആറാഅ വലാ യുഖദ്ദിമുൽ അഖ്ല, മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, അവരങ്ങനെ പറഞ്ഞു ഇവരെ പറഞ്ഞു, തലയില്ല വാലുമില്ലാതെ പേരുമില്ലാതെ തെളിവുകളില്ലാതെ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരൂല. അതേപോലെ തന്നെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുക, ദീനിൻ്റെ തെളിവുകളെ മാറ്റിവെച്ചുകൊണ്ട് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശരിയായ ബുദ്ധിയും ശരിയായ രേഖകളും ഒരേ ദിശയിലായിരിക്കും. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ശരിയായ ഒരു മനുഷ്യന്റെ ബുദ്ധി ഖുർആനും സുന്നത്തും ഒരിക്കലും വൈരുദ്ധ്യങ്ങൾ തമ്മിലുണ്ടാകൂല. വികലമായ ബുദ്ധിൻ്റെ ആളുകൾ തലതിരിഞ്ഞ പല കാര്യങ്ങളും പറയും, അതിന് പ്രാധാന്യം കൊടുക്കുക, കിതാബും സുന്നത്തിനെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അതൊരിക്കലും ശരിയായൊരു പണ്ഡിതന്റെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകൂല. വലാ യുഖദ്ദിമുൽ വാഖിഅ അവി സിയാസ, രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഇന്നിപ്പോൾ നടക്കുന്നത് ഇങ്ങനെയാണ് എന്ന തെളിവുകൾ ഒരിക്കലുമില്ല. ഖുർആൻ ഇന്നത് പറഞ്ഞു, സുന്നത്ത് ഇത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും താബിഈങ്ങളും താബിഈങ്ങളുടെ വിഷയത്തിലെടുത്ത നിലപാടിതാണ്, പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഇത് എവനെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അവൻ അറബി നാട്ടിലുള്ള ആളാണെങ്കിലും അനറബി നാട്ടിലുള്ള ആളാണെങ്കിലും. ഖുർആൻ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ആ വിഷയത്തിൽ പറഞ്ഞതാണ്, താബിഈങ്ങൾ പറഞ്ഞതാണ്, താബിഈകൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പുസ്തകം എഴുതിയതാണ്, ഒരാൾ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്, അവൻ്റെ ക്ലാസ്സുകളാണ്, അവൻ്റെ ദൗറയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. അതേപോലെ അന്നഹു മുതഖയ്യിദുൻ വമുൻളബിത്തുൻ ഫീ ഫഹ്മിൽ കിതാബി വസുന്നത്തി അലാ ഫഹ്മി, അതെ ഖുർആന് സുന്നത്ത് സലഫ് സാലിഹീങ്ങളുടെ മുൻഗാമികളുടെ മനസ്സിലാക്കിയതനുസരിച്ച് പറയുന്ന ആളാണെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം, അംഗീകരിക്കാം, ഇൽമെടുക്കാൻ പറ്റും. അന്നഹു മുലാസിമുൽ ലിത്വാഅതി മുജ്തനിബുൽ ലിൽ മആസി വദ്ദുനൂബ്, അതേപോലെ തന്നെ അവൻ മറ്റുള്ള ആളുകൾക്ക് ദീനും കാര്യങ്ങളും അറിയിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ത്വാഅത്തിന്റെ സമയം വരുമ്പോൾ, അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുന്ന ഫർളും സുന്നത്തുമായ ഇബാദത്തിന്റെ സമയം വരുമ്പോൾ മുൻഗാമികളെ കേട്ടതുപോലെ ആ കാര്യത്തിൽ ഈ പറയുന്ന ഹിർസുണ്ടാകും, താല്പര്യം ഉണ്ടാകും. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കലൊക്കെ ശരിയാണ്. തൻ്റെ അമലിൽ പിന്നോട്ടാണെങ്കിൽ ആ വ്യക്തിയെ സംശയത്തിന്റെ കണ്ണുകൊണ്ട് കാണണം എന്നാണ് മുൻഗാമികൾ പഠിപ്പിക്കുന്നത്. ഇബാദത്തിന്റെ കാര്യത്തിൽ പിന്നിക്കാണെങ്കിൽ
ആ സമയത്ത് മുന്നോട്ടൊരാളെ കാണുന്നില്ല, കിതാബും സുന്നത്തൊക്കെ അവൻ പറയുന്നുണ്ട് എങ്കിൽ പേടിക്കണം എന്നാണ് മുൻഗാമികൾ പറയുന്നത്. അവൻ എന്താണോ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതേപോലെ കഴിവിൻ്റെ പരമാവധി ഇബാദത്തിൻ്റെ കാര്യത്തിൽ അവൻ മുന്നോട്ടുണ്ട്. അവൻ്റെ ത്വാഅത്തിൽ മുൻഗാമികൾ നമ്മൾ കേട്ടല്ലോ, താബിഈങ്ങളും സ്വഹാബികളും. ആ വ്യക്തിയാണെങ്കിൽ അവരിൽ ഇൽമെടുക്കാം എന്നുള്ളത്. അന്നഹു ബഈദുൻ അനിൽ ബിദഇ വല്ലലാലാതി വൽജഹാലാതി മുഹദ്ദിറൻ മിൻഹാ. അതേപോലെ ബിദഅത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ, അതേപോലെ വഴികേടുകളാണെങ്കിൽ, അവൻ്റെ സ്വന്തം വേഷത്തിലാണെങ്കിലും അവൻ്റെ സംസാരത്തിലാണെങ്കിലും അവൻ്റെ ഇടപാടുകളിലാണെങ്കിലും വലാലാത്തുകളും വഴികേടുകളും, അതിനാണ് അവന് താല്പര്യം, അതാണ് അവൻ്റെ രീതികൾ എന്നുണ്ടെങ്കിൽ അവരെ ഇൽമെടുക്കാൻ പറ്റൂല എന്നാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബിദഅത്ത് വരുത്തുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് വിഡ്ഢിത്തരങ്ങളുണ്ടെങ്കിൽ പിന്നെ അന്നഹു യറുദ്ദുൽ മുതശാബിഹ ഇലൽ മുഹ്കം. ഇത് പിന്നെ കുറച്ച് ഗഹനമായൊരു വിഷയമാണ്. അത് ഖുർആനിലും ഹദീസിലുമുള്ള എല്ലാവർക്കും വ്യക്തമായി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നതുണ്ടാകും. ചിലപ്പോൾ സാധാരണക്കാരായ തുടക്കക്കാരായ ആളുകൾക്ക് വിശദീകരണം ആവശ്യമുള്ളതുമുണ്ടാകും. അപ്പം ഇങ്ങനത്തെ വിശദീകരണം ആവശ്യമുള്ളതാണെങ്കിൽ അതിന് കൃത്യമായ തെളിവോടുകൂടെ എല്ലാവർക്കും മനസ്സിലാകുന്ന വ്യക്തമാകുന്ന തെളിവുകൾ അവലംബിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. അന്നഹു യഖ്ഷല്ലാഹ അസ്സ വജൽ. അതേപോലെ വാക്കിലും പ്രവൃത്തികളിലും അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളാണ്. അവൻ്റെ വാക്കിൽ, അവൻ്റെ പ്രവൃത്തികളിൽ, അവനുമായിട്ടുള്ള ഇടപഴകളിൽ അത് നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇൽമെടുക്കാൻ അവരെ പറ്റും എന്നുള്ള നിലക്കാണ് പിന്നെ മുൻഗാമികൾ അഹ്ലുസുന്ന നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമെടുക്കാൻ പറ്റുന്ന ആൾ, ഇൽമെടുക്കാൻ പാടില്ലാത്ത നമുക്ക് അവലംബിക്കാൻ പാടില്ലാത്ത, സ്വീകരിക്കാൻ പാടില്ലാത്ത ചില ആളുകളെ പരിചയപ്പെടുത്തി തരുന്നു. ഖാലൽ ഇമാമു മാലിക്കിൻ റഹ്മഹുല്ലാഹ് ലാ യുഖദുൽ ഇൽമു അൻ അർബഅത്തിൻ. 4 ആളുകൾ ഇൽമെടുക്കരുത് എന്നുള്ളത്. സഫീഹിൻ മുഅലിനിൻ അസ്സഫർ. വിഡ്ഢിയാണ് അവൻ, അറിവില്ല. അവൻ്റെ സംസാരത്തിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ വിഡ്ഢിത്തരമുള്ള ആളുകളെ നമുക്ക് കാണാം. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആളുകളുണ്ടാകും. അത് പരസ്യമാണ്, താൻ എല്ലാവർക്കും അതറിയുന്നതാണ്. അവരെ ഇൽമെടുക്കാൻ പറ്റൂല. അവർ എത്ര വാക്ക് വൈഭവമുണ്ടെങ്കിലും, എത്ര വലിയ സ്റ്റേജിൽ കയറി നിൽക്കുന്നുണ്ടെങ്കിലും പറ്റൂല എന്നുള്ളത്. അതേപോലെ വസാഹിബി ഹവൻ യദ്ഉ ഇലൈഹി. ദേഹ ഇച്ഛകൾക്കനുസരിച്ച് പോകുന്ന ആളാണ് അവൻ. മറ്റുള്ള ആളുകളെ കിട്ടുന്ന അവസരത്തിൽ അതിലേക്ക് ക്ഷണിക്കും ചെയ്യുന്ന വ്യക്തിയാണ്. പരസ്യമായിട്ടുള്ള പറ്റൂല. വറജുലിൻ മഅറൂഫിൻ ബിൽ കദിബി ഫി അഹാദീസിൻ നാസ്. ആളുകളുമായി ഇടപെട്ട് സംസാരിക്കുമ്പോൾ കളവ് പറയുന്ന ആൾ. ദുന്യവിയായ കാര്യങ്ങളിൽ, ഹദീസ് കളവ് പറയുന്ന ആളൊന്നുമല്ല. ദുന്യവിയായ കാര്യങ്ങളിൽ വായ പൊളിച്ചാൽ കളവ് പറയും. ആ കാര്യത്തിൽ സൂക്ഷ്മതല്ലാത്ത ആൾ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ്. ദുന്യവിയായ കാര്യങ്ങൾ. എന്നാൽ ആ വ്യക്തി ദീനിൻ്റെ കാര്യത്തിൽ കളവ് പറയാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ദീനിൻ്റെ കാര്യത്തിൽ കളവ് പറഞ്ഞു തെളിവ് വേണമെന്നില്ല, ഹദീസിൽ കളവ് പറഞ്ഞു എന്ന് തെളിവ് വേണമെന്നില്ല. ദുന്യാവിൻ്റെ കാര്യത്തിൽ കളവ് പറയുന്നുണ്ടോ, അതിൽ സൂക്ഷ്മതല്ലേ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൻ്റെ കാര്യത്തിൽ അവൻ വിശ്വസിക്കരുതേ. വഇൻ കാന ലാ യക്ദിബു അലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളോട് ഉള്ള സംസാരത്തിലേ കളവുള്ളൂ, ഹദീസിൽ കളവൊന്നും പറയണില്ല, എന്നാലും നിങ്ങൾ അവനെ ഒഴിവാക്കണം എന്നുള്ളത്. വറജുലിൻ ലഹു ഫളുൻ വസലാ. ഇത് കുറച്ച് അപകടം പിടിച്ച മറ്റൊരു ആളാണ്, ഒരു വ്യക്തി. അവന് നന്മണ്ട്, ഇബാദത്തുണ്ട്, ശ്രേഷ്ഠതണ്ട്, തിരക്കടൊന്നുമില്ല. പക്ഷെ ലാ യഅരിഫു മാ യുഹദ്ദിസു ബിഹി. എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അവനൊരു വ്യക്തത ഇല്ലാത്ത ആൾ. ഏത് സദസ്സിൽ, ഏതാളുകളോട്, എങ്ങനെയാണ്, ഏത് വിഷയമാണ് പറയേണ്ടത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഇല്ലാത്ത ആൾ. ഇബാദത്തുണ്ട്, നന്മണ്ട്, ത്വാഅത്തുണ്ട്, സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ വ്യക്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇൽമെടുക്കരുതേ. അപ്പോൾ ഏതെങ്കിലും ഒരു സമൂഹം, ഒരാൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിൽ എന്ത് പറഞ്ഞു കൊടുക്കണം, എന്താണ് അവരെ കേൾപ്പിക്കേണ്ടത്, അവർക്ക് അത്യാവശ്യമുള്ള ഇൽമ് ഏതാണ് എന്നുള്ളതിൽ വ്യക്തത ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ അപകടപ്പെടുത്തും. ശുദ്ധനായിരിക്കും, പക്ഷെ ദുഷ്ടൻ്റെ ഫലം ചെയ്യും. ആൾ ശുദ്ധനായിരിക്കും, പക്ഷേ പറയാൻ പാടില്ലാത്തത്, ജനങ്ങൾക്ക് ആ സമയത്ത് ആ സദസ്സിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അത് പ്രയാസനെ കുറിച്ച് അടുത്തേക്ക്. ഈ അള്ളാഹ് ബാറക്കല്ലാഹു, അവിടെ ഒരുപാട് വിശാലത ഉണ്ടല്ലോ, വിശാലത ഉണ്ടായി കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്കും വിശാലത നൽകട്ടെ. തഫസ്സഹു ഫിൽ മജാലിസ് യഫ്സഹില്ലാഹു ലക്കും. നിങ്ങൾ വിശാലത നൽകി അള്ളാഹു സുബ്ഹാനഹു നിങ്ങൾക്ക് വിശാലത നൽകും. നിങ്ങളെ ഹിർസ് ഇവിടെ മുന്നോട്ടേക്ക് വന്നിട്ട് അതിൽ മുന്നോട്ട് നീക്കി കൊടുത്താണ്. എല്ലാ സ്ഥലത്തും ഉണ്ട് ബാറക്കല്ലാഹു. ഒരുപാട് ഇതിലാർ പകുതി ആളുകൾക്കും വന്നിരിക്കാനുള്ളതുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹുമ്മ ബാരിക്, അല്ലാഹുമ്മ ബാരിക്. ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൽ മിഹ്നത്തു ഫിൽ ഇസ്ലാമി ബിദ്അ. മുസ്ലിമീങ്ങളാണെങ്കിൽ അവർ പരീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതിന്. ഒരാൾ ഇസ്ലാമിനായി, മുസ്ലിമായി എന്ന് പറഞ്ഞാൽ പിന്നെ പരീക്ഷണത്തിന് വിധേയമാക്കരുത്.
പക്ഷെ എന്നാൽ ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും എന്ന് മുൻഗാമികൾ പറഞ്ഞു വെച്ചു പോയ സ്ഥിതിക്ക് നിങ്ങൾ ഈ പഠിക്കുന്ന ഇൽമത് ദീനാണ്, ആരിൽ ഇൽമ സ്വീകരിക്കുന്നു എന്ന് നോക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സാക്ഷിക്ക് ദുന്യവിയായ കാര്യങ്ങളിൽ സാക്ഷി നിൽക്കാൻ പറ്റുന്നവരിൽ നിന്നല്ലാതെ ഇൽമെടുക്കാൻ പാടില്ല. അത് നമ്മൾ പരിശോധിക്കണം. ദുന്യവിയായ കാര്യങ്ങളിൽ വിവാഹത്തിനോ കച്ചവടങ്ങൾക്കൊക്കെ സാക്ഷി നിൽക്കാൻ നീതിമാനായിരിക്കണമെന്ന് പറഞ്ഞു. ഫാസിക്കാകാൻ പാടില്ല. നീതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളുള്ള കളവ് നമ്മൾ പറഞ്ഞു. ഇതുപോലത്തെ ആളുകളെ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫനൻദുർ നമ്മൾ നോക്കും. ഫഇൻകാന സാഹിബ സുന്നത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ്. അത് വിശ്വാസപരമായ കാര്യത്തിലും ഇബാദത്തിലും സ്വഭാവത്തിലും അഖ്ലാഖിലും വേഷത്തിലും സംസാരത്തിലൊക്കെ സുന്നത്തിൻ്റെതാണ് എന്ന് ഒരാൾ പരിഗണിച്ച് അത് ശ്രദ്ധിച്ചു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ലഹു മഅരിഫ, അവന് കിതാബും സുന്നത്തിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സദൂഖുൻ, അവൻ സത്യസന്ധനാണെങ്കിൽ, ദുന്യവിയായ കാര്യത്തിൽ കളവ് പറയുന്നവനെ പോലും സ്വീകരിക്കരുതേ എന്ന്. സദൂഖാണെങ്കിൽ കുത്തിബത്ത് അൻഹു വ ഇല്ലാ തറക്തുഹു, അവൻ പറയുന്നത് എഴുതാം എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ ഹദീസും ഇൽമും കേൾക്കുമ്പോൾ അവർ എഴുതിങ്ങനെ എടുക്കലായിരുന്നു. അതാണ്. അതുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാണ്, അവൻ പറഞ്ഞത് കേൾക്കാം, എഴുതിയെടുക്കാം, അല്ലെങ്കിൽ അവൻ ഒഴിവാക്കണം. സുന്നത്തിന് പ്രാധാന്യമില്ല, സുന്നത്തിനൊരു വിലയില്ല. അവൻ്റെ ഹവക്കനുസരിച്ചാണ് പോകുന്നത്. ഇൽമിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വ്യക്തതല്ല. ഓൻ വായ പൊളിച്ചാൽ ദുന്യവിയായ കാര്യങ്ങൾ കളവ് പറയുന്ന ആളാണ്, അങ്ങനെയൊക്കെ അനുഭവത്തിലുള്ളതാണ് എങ്കിൽ അവരൊഴിവാക്കണം എന്നുള്ളത്. പിന്നെ തസ്കിയത്തിന്റെ വിഷയം ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹിലേക്ക് പറയുന്നുണ്ട്. മുൻഗാമികളായ നല്ല അറിവും സമൂഹത്തിൽ പേരും അംഗീകാരവുമുള്ള പണ്ഡിതന്മാർ പ്രശംസിച്ച വ്യക്തികളാണ്. ദാഴിയാണ്, നല്ല അറിയപ്പെട്ട ദാഴിയാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കി, ഇന്ന ആളുണ്ട്, ഇന്ന നാട്ടിലുണ്ട്, എന്താണ് നിങ്ങൾ ഇൽമെടുക്കാൻ പറ്റുമോ, ആ വ്യക്തിന് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ തരക്കടില്ല, നല്ല ത്വാലിബാണ്, നമുക്കതിനെ പരിചയമുള്ളതാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സ്വീകാര്യതയാണ് എന്ന് കരുതിയിട്ട് ഏതെങ്കിലും വലിയൊരു പണ്ഡിതൻ തസ്കിയത്ത് കൊടുത്തതിൻ്റെ ശേഷം അതിന് വിരുദ്ധമായി ഒരാൾ ചെയ്തിട്ട് തസ്കിയത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ തസ്കിയത്തിന് വിലല്ലതാണ്. ആ തസ്കിയത്തിന് വിലല്ല. ഫലാ തുസക്കു അൻഫുസകും അല്ലാഹു അഅലമു ബിമനിത്തഖാ. നമ്മൾ പരസ്പരം, ഞാൻ അങ്ങനെ എനിക്ക് ആ ഷെയ്ഖ് ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ വ്യക്തി വരുന്ന സമയത്ത് പ്രശംസാർഹമായ സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളും ഉണ്ടായിരുന്നു. അത് തസ്കിയത്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കണ്ണു മുന്നിൽ നിന്ന് പോയതിൻ്റെ ശേഷം ഈ മനുഷ്യൻ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ തസ്കിയത്ത് കൊടുത്തു, അവനതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതോടുകൂടെ ഞാനും അവനും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത്. പിന്നീട് തസ്കിയത്തിൻ്റെ ആളാണ് എന്ന് പറയുന്നത് പ്രസക്തിയില്ല. അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇന്ന നാട്ടിലുള്ള ഒരു ദാഴി, ഏതെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ദാഴിമാരെക്കുറിച്ച് അവൻ നല്ല താലിബാണ്, നല്ല വ്യക്തിയാണ്, നിങ്ങൾ അവൻ്റെ പോയി പഠിച്ചോളി, സഹായം സ്വീകരിച്ചോളി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരെ അവലംബിക്കാവുന്നതാണ്. ഹാഫിളുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി നല്ല പണ്ഡിതന്മാരുടെ വിശേഷണങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം വലാ യുതഅല്ലമു ഇല്ലാ മിമ്മൻ തകമ്മലത് അഹ്ലിയതു, ഇൽമു പഠിപ്പിക്കാൻ, ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനുള്ള അതിൻ്റെ അർഹതയും യോഗ്യതയും പൂർണ്ണമായ വ്യക്തികൾ, അതിന് പറ്റുന്ന ആളുകൾ, അവരിന്നല്ലാതെ പഠിക്കാൻ പോകരുത്. വളഹറത്ത് ദിയാനത്തുഹു, അവൻ്റെ ദീനും അവൻ്റെ ഇബാദത്തും അവൻ്റെ സൂക്ഷ്മതയും അത് മറ്റുള്ളവർക്ക് കാണുന്ന പ്രകടമായതാണ്. വതഹഖഖത് മഅരിഫത്തുഹു, അവൻ്റെ അറിവ്, ദീനിനെക്കുറിച്ചുള്ള അവനുള്ള അറിവ്, അതേപോലെ അഹ്ലുസുന്നയുടെ കിബാറുകളായ മുതിർന്ന ആളുകൾക്ക് അവനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമായ ആളാണ്. വഷ്തഹറത് സിയാനത്തുഹു, അവൻ്റെ സൂക്ഷ്മത, അവൻ്റെ നന്മ, തെറ്റിൽ നിന്ന് അവൻ സൂക്ഷ്മത പാലിക്കുന്നുണ്ട് എന്നുള്ളത് പ്രസിദ്ധമായ ഇങ്ങനത്തെ ആളുകളിൽ നിന്നാണ് ഇൽമെടുക്കേണ്ടത്. മുഹമ്മദ് ബിൻ സീറിൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇമാം ബഹ്സ് ബിൻ അസദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറയാണ്, ഇത്ര സൂക്ഷ്മത ദീന്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ കാണിക്കുന്നത്? ഒരാളിൽ നിന്ന് ഇൽമെടുക്കണമെങ്കിൽ ഇതിന് മാത്രം സൂക്ഷ്മത എന്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ പണ്ഡിതന് ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാണ്. അന്നഹു ഖാല ലൗ അന്ന ലിറജുലിൻ അലാ റജുലിൻ അശറതു ദറാഹിം, ഒരാൾക്ക് മറ്റൊരാൾക്ക് കടം കൊടുത്ത 10 ദിർഹം കിട്ടാനുണ്ട് എന്ന് വെക്കാം. നമ്മൾ ആർക്കെങ്കിലും കുറച്ച് കാശ് കടം കൊടുത്തു, നമുക്കത് കിട്ടാനുണ്ട് എന്ന് വെക്കാം. അങ്ങനെ ഭരണാധികാരിയുടെ, മുസ്ലിം ഭരണാധികാരിയാണ്, ജഡ്ജിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഇന്നയാൾ ഒരു 100 രൂപ തരാനുണ്ട്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഞാനോട് കടം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ജഡ്ജി ഇവനോട് ചോദിക്കും, നീതിമാന്മാരായ 2 സാക്ഷികളെ കൊണ്ടുപോവാ എന്ന്. തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ 2 സാക്ഷികളെ കൊണ്ടുപോകാൻ, എനിക്ക് 2 ലക്ഷം അതല്ലെങ്കിൽ 50,000 രൂപ ഇന്നാളിന് കിട്ടാനുണ്ട് എന്നവന് തെളിവ് കൊണ്ടുപോവാ എന്ന് പറയും. ദുന്യാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്തരം സാക്ഷികളുടെ അവരുടെ സാന്നിധ്യത്തോടുകൂടെ സാക്ഷികൾ ഉണ്ടെങ്കിലേ ഹക്ക് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഫദീനുല്ലാഹി അസ്സ വജല്ല അഹഖു അൻ യുഖദ ഫീഹി ബിൽ ഉദൂൽ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ നീതിമാന്മാരെ അന്വേഷിക്കുക എന്നുള്ളത് ഏറ്റവും അർഹതപ്പെട്ടതാണ്.
യോജിച്ച കാര്യം അതാണ്. ദുന്യാവിൽ നിങ്ങൾക്ക് 10 നാണയം കിട്ടണമെന്നുണ്ടെങ്കിൽ സാക്ഷികൾ വേണം, നീതിമാന്മാർ വേണം എന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിബന്ധനയുണ്ടെങ്കിൽ, ദീനിന്റെ കാര്യത്തിൽ അതിന് ഈ പറയുന്ന നീതിമാന്മാരെയും സത്യസന്ധരെയും അന്വേഷിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതിന് സലഫുകൾ പറഞ്ഞ പല വാക്കുകൾ, ദീനുക ഇന്നമാ ഹുവ ലഹ്മുക വദമുക. നിന്റെ ദീന്, നിന്റെ ഇൽമു എന്ന് പറയുന്നത് അതാണ് നിന്റെ മാംസം, അതാണ് നിന്റെ ചോര. നിന്റെ ചോരയും നീരും ദീനാണ്, ഈ ഇൽമാണ്. അതുകൊണ്ട് തന്നെ ഫൻദുർ അമ്മൻ തഅഖുദ്, ആരിൽ ആ ഇൽമെടുക്കണു എന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കണം. ലാ തഅഖുദ് ഖുദ് അനില്ലദീന ഇസ്തഖാമു, അല്ലാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് വിശ്വാസത്തിലും ഇബാദത്തിലും അമലിലും അഖ്ലാഖിലും ആദാബിലും നല്ല നിലക്ക് പോകുന്ന ആളുകളും സ്വീകരിക്കുക. വലാ തഅഖുദ് അനില്ലദീന മാലു, എടും വലും തെറ്റിത്തിരിഞ്ഞു പോകുന്ന ആളുകൾ, തോന്നിയതുപോലെ നടക്കുന്ന ആളുകളിന് ഇൽമെടുക്കരുത്. ഇത്ര ഗൗരവത്തോടുകൂടെ, ഇത്ര സൂക്ഷ്മതയോടുകൂടി ഈ കാര്യം എവിടുന്ന് കിട്ടും എന്നാരും പേടിക്കേണ്ട. ദുന്യാവ് കിട്ടണില്ലേ? ദുന്യാവിന് അധ്വാനിച്ചിട്ട് എല്ലാവർക്കും കിട്ടണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സറിഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദീന് ചോദിച്ചാൽ ഈ ദുന്യാവ് ഇങ്ങനെ കിട്ടുന്നെങ്കിൽ അതിലേറെ വിശാലമായിട്ട് അള്ളാഹു തആല തൃപ്തിപ്പെട്ടുകൊണ്ട് ആ മനുഷ്യരത് നൽകുന്നുള്ളത്. ഭൂമിയിൽ അത് വിശാലമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളൊക്കെയുള്ള അപേക്ഷ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇന്നത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്താണ്. ഓരോ നിലക്ക് നോക്കിയാലും, ഓരോ നിലക്ക് പരിശോധിച്ചാലും യുവാക്കൾ. അപ്പോ ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനും ഉണർത്താനുള്ളത് 2 വർഷമെങ്കിലും സൗദി അറേബ്യയിലൊക്കെയുള്ള അറിയപ്പെട്ട കിബാറുകളായ പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധം പുലർത്താൻ യുവാക്കൾ തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്. 2 വർഷമെങ്കിലും ദുന്യവിയായ കാര്യങ്ങൾ അതിൽ നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. കുടുംബത്തിന് നഷ്ടപ്പെടൂല, നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടൂല. അങ്ങനത്തെ ഉലമാക്കടുത്ത് പോയി അതിൻ്റെ മുമ്പ് അതുപോലെ അറബി ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തതൊക്കെ പഠിച്ച് ഉലമാക്കളിൽ നിന്ന് നേർക്ക് നേരെ കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊഴിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ, വർഷാവർഷത്തിൽ നാട്ടിലേക്ക് വെക്കേഷനിൽ വരുന്ന ആളുകളാണെങ്കിൽ ആ വെക്കേഷനൊക്കെ കുറച്ച് നിർത്തിവെച്ചിട്ട് വർഷത്തിലുള്ള ആ ലീവ് കാര്യങ്ങൾ, വീക്കെൻഡിലുള്ള ലീവ് കാര്യങ്ങൾ, അതിലൊക്കെ ഒന്ന് കൃത്യമായിട്ട് അതിന് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചാൽ ഒരുപാട് ഹൈറാത്തുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. സത്യസന്ധരായ അറിയപ്പെട്ട കിബാറുകളായ വലിയ പണ്ഡിതന്മാരത്ത് പോയി ഇൽമു തേടി ആ ഒരു പ്രകാശത്തിന്റെ, വെളിച്ചത്തിന്റെ, ആ ഒരു വ്യക്തതയുടെ പിന്നിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയും, മറ്റുള്ള ആളുകൾക്ക് സഹായകരമായി നിൽക്കാനും കഴിയും എന്നുള്ളത്. സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമെടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞത്, മനിഷ്തഹറത്ത് അദാലത്തുഹു ബൈന അഹ്ലിൽ ഇൽമി, ഇൽമുള്ള ആളുകളുടെ അടിയിൽ. കിബാറുകളായ ഉലമാക്കൾ ഞാൻ പലരുടെയും മരിച്ചവരെയും ജീവിച്ചിരിക്കുന്ന പേരെണ്ണി ഇന്നങ്ങനത്തെ ഒരു ധാരാളമുണ്ട്. സൗദി അറേബ്യ ഞാൻ എടുത്തു പറയാൻ കാരണം നമുക്ക് ലഭിച്ച നിയമത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത നിയമത്ത് എടുത്തു പറയാനുള്ള ഭാഗത്തിൽ കൂടെയും ഏറ്റവും കൂടുതൽ ആ പണ്ഡിതന്മാർ ഇന്നുള്ളത് സൗദിയിലാണ് എന്നതുകൊണ്ടാണ്. അല്ലാതെ ഇമാറാത്തിലോ UAE-യിലോ മറ്റുള്ള രാജ്യങ്ങളിലോ വേറെ സ്ഥലത്തോ ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ധാരാളം ആ ഉലമാക്കളെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രദേശമാണ് സൗദി അറേബ്യ. ആ പണ്ഡിതന്മാരടുത്ത് പോയി അവരിന്ന് ഇൽമു കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആ ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കൂട്ടി അവന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള നിലക്ക് സുയൂത്തി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇൽമെടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ മനിഷ്തഹറത്ത് അദാലത്തുഹു ബൈന അഹ്ലിൽ ഇൽം, പണ്ഡിതന്മാരുടെ ഇടയിൽ അവനെക്കുറിച്ചുള്ള അവന്റെ നീതിയും അവനെക്കുറിച്ചുള്ള വിശ്വാസ്യതയും പ്രസിദ്ധമായ ആൾ. വശാ തനാഉ അലൈഹി, ഉലമാക്കൾ അവനെക്കുറിച്ച് പ്രസിദ്ധമായ നിലക്ക്, പരസ്യമായ നിലക്ക് പ്രശംസ ചൊരിഞ്ഞ വ്യക്തികൾ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ആരടുത്തു നിന്നാണ് ഇൽമെടുക്കാൻ പറ്റുക എന്നുള്ള ആ വിഷയത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വസിയത്ത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ പറയുന്നത്, വഹാദിഹിൽ വസിയത്തു അദീമത്തുൻ ജിദ്ദൻ, ഈ പറയുന്ന എല്ലാ വസിയത്തുകളും പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ അതിപ്രധാനമായ വസിയത്താണ്. അന്ന ശാബൽ മുഖ്ബില അലാ തലബിൽ ഇൽമി വ തഹ്സീലിൽ ഹദീസ്, ഇൽമു കരസ്ഥമാക്കാൻ വേണ്ടി മുന്നിടുന്ന ഒരു വ്യക്തി യംബഗി അൻ യകൂന തഹ്സീലുഹു ലഹു അലാ ഐദിൽ ഇൽമി റാസിഖീനൽ അത്ബാദ്, സ്ഥിരതയുള്ള, വ്യക്തതയുള്ള, കൃത്യമായി ദീന് പഠിച്ച പണ്ഡിതന്മാരുടെ കയ്യാലയാകാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അഹ്ലി ദിറായത്തി വൽ ബസീറ, ആളുകളുടെ തൻ്റെ മുന്നിലുള്ള ഈ ശിഷ്യന്മാരുടെ, ഈ പ്രബോധിതരായ സമൂഹത്തിൻ്റെ അവരെക്കുറിച്ച് കൃത്യമായ അറിവും വ്യക്തതയുമുള്ള ഉലമാക്കളായിരിക്കണം. അതല്ലാതെ ആൾക്കൂട്ടങ്ങളെ കണ്ടു, നമ്മുടെ മനസ്സിൽ ഒരുപാട് പറഞ്ഞു, അവർക്കത് പറ്റിയതാണോ, അവർക്കത് ഉപകാരപ്പെടുമോ, അതുകൊണ്ട് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമോ, ഇതൊന്നും നോക്കാതെ ആയിരിക്കരുതേ. അൽ അകാബിരി ഫിൽ ഇൽം, ഇൽമിൻ്റെ കാര്യത്തിൽ പ്രായം കൊണ്ടും ഇൽമു കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ. ഇനി പ്രായം കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നവരല്ല, അറിവ് കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നവരാണെങ്കിലും ദീനിന്റെ വീക്ഷണത്തിൽ അവർ വലിയവരാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇൽമിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പ്രായത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരിലേറെ ഇവൻ ദീനിന്റെ കാഴ്ചയിൽ വലിയവരാണ്.
അൽ അകാബിർ ഫിൽ ഇൽം ലാ അൻ യഅഖുദൽ ഇൽമ അൻ കുല്ലി അഹദ്. കണ്ടവരിൽ നിന്നൊക്കെ, വാക്ക് സാമർത്ഥ്യമുള്ളവരിൽ നിന്നൊക്കെ, പറയുന്നവരിൽ നിന്നൊക്കെ ഇൽമെടുക്കുക എന്നുള്ളത് ഒരിക്കലുമല്ല. വഇന്നമാ യഅഖുദുൽ ഇൽമ അൻ സാഹിബി സുന്നഹ്. ഇതാണ് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ അടിവിലും മുകളിലും വരയിട്ട് പറയുന്ന വാക്ക്. സുന്നത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളിൽ നിന്ന് ഇൽമെടുക്കുക, സുന്നത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളിൽ നിന്ന് ഇൽമെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും മാർഗം അതാണ് സുന്നത്ത്, അതാണ് സുന്നത്ത്. ആ സുന്നത്താണ് സഫീനത്തു നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ. ഫിത്നകളും വലാലത്തുകളും വഴികേടുകളും നിറഞ്ഞ പ്രളയം കൊണ്ട് മൂടപ്പെട്ട ഈ ലോകത്ത് ഒരാൾക്ക് ശരിയായ ഹിദായത്തിൽ, സന്മാർഗത്തിൽ, ശരിയായ ദീനിൽ സഞ്ചരിക്കാൻ അവൻ്റെ കൈമുതലായിട്ട്, അവൻ്റെ വാഹനമായിട്ട് ഉണ്ടാവേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, സഹാബത്തിൻ്റെയും. അതാണ് സുന്നത്ത്. റസഖത് ഖദമുഹു ഫിഹാ. അതിൽ കാലുറച്ച ആളുകൾ, ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് അതിൽ കാലുറച്ച ആളുകൾ. ഇബ്നു ശൗദബ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ഇന്ന മിൻ നിഅമത്തില്ലാഹി അല ശാബ്. ഒരു യുവാവിന് അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് ചെയ്തു കൊടുത്തതിൻ്റെ തെളിവ്, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് ചെയ്തു കൊടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇദാ തനസ്സക. അവൻ ദീനിലേക്ക് അടുത്തു വരുമ്പോൾ, തനസ്സക എന്ന് പറഞ്ഞാൽ വേറെ തെറിച്ചിങ്ങനെ പോയി ജീവിച്ച ഒരാളായിരുന്നു. അങ്ങനെ പിന്നെ നന്നാക്കണം, മെച്ചപ്പെടുത്തണം, ദീന് പഠിക്കണം, ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യണം. ഈ ഒരു മനസ്സ് വരുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് അള്ളാഹു തൗഫീഖ് നൽകി കൊടുക്കുകയാണ്. അൻ യുവാഹിയ സാഹിബ സുന്നഹ്. സുന്നത്തുള്ള ഒരു മനുഷ്യനുമായിട്ട് കൂടി സഹവസിക്കാൻ, അവൻ്റെ ഷെയ്ഖായിട്ടോ കൂട്ടുകാരനായിട്ടോ അവൻ്റെ സഹപാഠിയായിട്ടോ സഹപ്രവർത്തകനായിട്ടോ സുന്നത്തിൻ്റെ ഒരാൾ ഇവൻ്റെ അടുത്തേക്ക് അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുത്താൽ യഹ്മിലുഹു അലൈഹ. ആ സുന്നത്തനുസരിച്ച് പോകണം, അവിടെ ശ്രദ്ധിക്കണം, ഇത് തിരുത്തണം, ഇത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്യണം, ഇതാണ് ശരിക്കും സ്വഹാബത്തിൻ്റെ മൻഹജ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു തരിക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ദീനിലേക്ക് അടുക്കുന്ന സമയത്ത് അവന് ശരി ഏറ്റവും വലിയ നിഅമത്താണ്. ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ പറയാം. തബ്ലീഗ് ജമാഅത്തിൻ്റെ കീഴിൽ മറ്റൊരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്ന് കൂട്ടിക്കോ. തബ്ലീഗ് ജമാഅത്തിൻ്റെ കീഴിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കെയർ ഓഫിൽ കൂടെ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ, നാട്ടിലെ ഖുറാഫികൾ മഅൂനത്തുൽ ഇസ്ലാം പോലത്തെ പൊന്നാനുള്ള ഇസ്ലാമിലേക്ക് ആളുകളെ സഹായം ചെയ്യുന്ന അവരുടെ കെയർ ഓഫിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ അവൻ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി. അവർ ഏതൊരു ശിർക്കിലാണോ, ഏതൊരു ബിദ്അത്തിലാണോ, ഏതൊരു ഹവയിലാണോ, ഏതൊരു സൂഫിയത്തിലാണോ, അതിൽ കൂടെ ആയിട്ടാണ് ഈ മനുഷ്യനും അവർ പഠിപ്പിച്ചു വളർത്തുന്നത്. നേരെ മറിച്ച് കൃത്യമായൊരു സലഫിയത്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ കീഴിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണ്. അതല്ലെങ്കിൽ വലാലത്തിലും വഴികേടിലും തെറ്റുകളിലും പോയൊരു മനുഷ്യൻ ദീനിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും കൃത്യമായൊരു സലഫിയുടെ കീഴിലാണെങ്കിൽ അവന് കൃത്യമായ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കും, കൃത്യമായ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കും, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവന് യഥാർത്ഥത്തിൽ സലഫിയർ മുവഹിദായി സുന്നിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് മഹാനായ പണ്ഡിതൻ പറഞ്ഞത്, അത് തന്നെയാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അംർ ഇബ്നു ഖൈസുൽ മലാഇ റഹ്മഹുല്ലാഹു പറഞ്ഞു, ഇദാ റഅയ്ത ശാബ അവ്വല മാ യൻഷാ. ഒരു യുവാവ്, ഒരു കുട്ടി അവൻ വളർന്നു വരുന്ന ആദ്യ സമയത്ത് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൂടെയാണോ അവൻ വളർന്നുയർന്നു വരുന്നത്, ഫർജു, അവനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവന് നല്ല വഴിക്ക് വരാൻ, അവന് ഭാവിയുണ്ട്, ദീനിൽ അവന് മെച്ചപ്പെടാൻ, അവൻ ഉയർന്നു വരാൻ സാധ്യത കൂടുതലാണ്. വഇദാ റഅയ്തഹു മാ അഹ്ലിൽ ബിദഅഇ. ബിദഅത്തിന്റെ ആളുകളെ കൂടെയാണ് ഒരാൾ ദീനിലേക്ക് വരുന്നത് എന്ന് ഫൈ അസ്മിൻ നിരാശപ്പെട്ടള പോലെ തന്നെയായിരിക്കും. അവരേത് സൂഫിയത്തിലാണോ, അവരേത് വഴികേടിലാണോ, അവർ ഖുറാഫാത്തിലാണോ, ആ ഖുറാഫാത്തിൽ കൂടെ തന്നെയാണ് ആ മനുഷ്യൻ പിന്നീട് വരെ. ഫഇന്ന ശാബ അലാ അവ്വലി നുശൂഇഹി. ഒരാൾ, ഒരു യുവാവ്, ഒരു കുട്ടി, അതല്ലെങ്കിൽ ഒരു വ്യക്തി, അവൻ ആദ്യം കടന്നു വരുന്നത് ആരെ കയ്യാലെയാണോ അതേപോലെയാണ് പിന്നീട് അവൻ മുന്നോട്ട് അങ്ങനെ പോകുന്നത്. ഇങ്ങനത്തെ ധാരാളം അസറുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നത്, ഉലമാക്കൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅ മുൻഗാമികളായ ആളുകൾ യുവാക്കൾക്ക് നൽകിയ നസിഹത്തുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് ഇത് പറയാൻ എനിക്ക് സമയമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ഒരു വസിയത്ത് കൂടി, എട്ടാമത്തെ അൽ വസിയത്ത് സാമിന, എട്ടാമത്തെ ഈ വസിയത്തിൽപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എട്ടാമത്തെ വസിയത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബുൽ വറഇൽ റിപ്പോർട്ട് ചെയ്തതിന് അബ്ദുൽ വഹാബ് തഖഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖാല ഖറജ അലൈന അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇദ്ദേഹം അബ്ദുൽ വഹാബ് തഖഫി യുവാക്കളാണ്, തുല്ലാബുകളാണ്, വിദ്യാർത്ഥികളാണ്, ഹദീസ് പഠിക്കുന്നവരാണ്. അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖനായ താബിഈയാണ്. അദ്ദേഹം ബസ്രയിലുണ്ടായിരുന്ന മഹാനായ പണ്ഡിതനാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, അയ്യൂബു സയ്യിദു ശബാബി അഹ്ലിൽ ബസറ. അയ്യൂബ് സഖ്തിയാനി ബസ്രയിലുള്ള യുവാക്കളുടെ കൂട്ടത്തിൽ നേതാവാണ്. അയ്യൂബ് സഖ്തിയാനി അദ്ദേഹത്തിൻ്റെ ബഹുമാന ആദരവുകൾ ധാരാളം പറയുന്നുണ്ട്.
രാത്രി പൂർണ്ണമായിട്ട് നിന്ന് നിസ്കരിക്കുമായിരുന്നു അയ്യൂബ് സഖ്തിയാനി. അങ്ങനെ പിന്നെ മറ്റുള്ള ആളുകളാരും കാണാതെ ഖിയാമുൽ ലൈൽ നിർവഹിച്ചിട്ട് രാവിലെ സമയം വരുമ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ആളുകളെ പോലെ കുറച്ച് ശബ്ദമൊക്കെ ഒന്ന് ഉയർത്തി ഒരു അലസതയും മടുപ്പൊക്കെ കാണിച്ച് ഇപ്പോൾ ഉറക്കിൽ നിന്ന് എണീക്കാണ് എന്ന് മറ്റുള്ള ആളുകൾ ധരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് രാത്രി നിന്ന് നിസ്കരിച്ച ആളായിരിക്കും. അങ്ങനെ ഫജ്റിന്റെ സമയത്ത് തൻ്റെ കൂടെയുള്ള ആളുകളും കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ ഉറക്കിൽ നിന്ന് ഉണർന്നതുപോലെ തോന്നിപ്പിക്കുന്ന ശബ്ദം ഉയർത്തിക്കൊണ്ട് ഒരു അലസതയും ഒരു മുഷിപ്പും മടുപ്പും ഒക്കെ കാണിക്കുമായിരുന്നു. ഒരു സമയത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലാ ഖബീസ അഖ്ബസു മിൻ ഖാരിഇൻ ഫാജിർ. ലാ ഖബീസ അഖ്ബസ്, ഇത്തര വടക്കായ ചീത്തപ്പെട്ട ഒരു ദുഷിച്ച വടക്കായ ഒരു മനുഷ്യനുമില്ല. നല്ല ഖുർആൻ ഖാരി ആണ്, ഹാഫിളാണ്, പക്ഷെ ആൾ തമ്മാടിയാണ്. ഉപദേശങ്ങൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു നസീഹത്ത് കൂടി അദ്ദേഹം, യാ മഅ്ശറ ശബാബ്, യുവ സമൂഹമേ, യഹ്തരിഫൂ, നിങ്ങൾ തൊഴിലെടുക്കണം. ലാ തഹ്താജൂന അൻ തഅതു അബ്വാബ ഹഉലാ, ഈ പറയുന്ന ആളുകൾ, സമ്പന്നര്, ഭരണാധികാരികൾ, കാശുള്ള ആളുകൾ, അവരെ വാതിലിൻ്റെ കവാടങ്ങളിലേക്ക്, അവരുടെ വീട്ടുമുറ്റത്തേക്ക്, അവരുടെ സഹായത്തിലേക്ക് പോകാനുള്ള ഒരു നിസ്സഹായത നിങ്ങൾക്കുണ്ടാവരുതേ. അതുകൊണ്ട് തന്നെ സലഫികളായ ആളുകൾ ആരാണെങ്കിലും അവരോട് എനിക്കും നൽകാനുള്ള ഈ പറയുന്ന പണ്ഡിതൻ പറഞ്ഞ ആ ഒരു നസീഹത്ത് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെ ഖുറാഫാത്തിൻ്റെ ഇതിൽ പഠിച്ചു വന്ന സമയത്ത് ഒരു തൊഴിലും കാര്യങ്ങളും അറിയാതെ അങ്ങനെ പഠിച്ചു പോയതാണ്. ദീൻ അവരുടെ തെറ്റാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ സൗദി അറേബ്യയിലേക്ക് പോവുക ചെയ്തു. സൗദി അറേബ്യയിൽ ചെന്ന സമയത്ത് 2 കാര്യങ്ങളാണ് മനസ്സിലുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി എന്താണ്, എവിടെയാണ് എന്നറിയണം. അതേപോലെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തനായിട്ട് ഒരു തൊഴിൽ പഠിക്കണം എന്നുള്ളത്. ഒരു തൊഴിലില്ലാതെ ആണെങ്കിൽ മറ്റുള്ള ആളുകൾ ഈ പറയുന്ന സമസ്തൻ്റെയൊക്കെ കീഴൊക്കെ അന്നത്തെ അവസ്ഥകൾ ഇപ്പോൾ അവരും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർക്ക് പറയത്തക്ക തൊഴിലില്ലാതെ പിരിവും കാര്യങ്ങളായിട്ട് അറിയുന്ന സത്യങ്ങൾ പോലും മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത നിസ്സഹായതയിൽ. കാരണം ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മഹല്ലുകൾ പുറത്താക്കും, അവരുടെ കുടുംബത്തിന്, വിവാഹത്തിന് പോലത്തെ കാര്യങ്ങൾക്ക് ആളുകൾ ആശ്രയിക്കേണ്ടി വരും, നിസ്സഹായത. അതുകൊണ്ട് സലഫികളായ ആളുകൾ തൊഴിലെടുക്കണം. അതിന് സമയം നമ്മൾ ക്രമീകരിക്കണം. അതോടുകൂടെ ദീന് പഠിക്കാനും നമ്മുടെ സമയങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. ഇതിന്ന് നമ്മുടെ നാട്ടിൽ ഒരു പരിധി വരെ കാണുന്നത് ദുന്യാവിന് വേണ്ടി തൊഴിലെടുക്കാൻ പോകുന്ന ആളുകൾ ദീന് പഠിക്കൂല, ദീന് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് തൊഴിൽ പാടില്ല എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ പല ആളുകളുടെയും മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. മുൻഗാമികളുടെ ചരിത്രങ്ങൾ, പ്രവാചകന്മാർ മുതൽ, സഹാബത്ത് മുതൽ, താബിഈങ്ങൾ മുതൽ, താബിഈങ്ങൾ മുതൽ ഈ ആധുനിക കാലഘട്ടത്തിലുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ഒക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ രണ്ടും കൂടി സമന്വയിച്ച് കൊണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ അവർ കൃത്യത പാലിക്കാനും ദുന്യാവിൻ്റെ കാര്യത്തിൽ അഭിമാനികളായി മറ്റുള്ള മനുഷ്യരെ സഹായമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം അവർ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തൊഴിലുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ഉന്നതമായ തൊഴിലുകളൊന്നും ആരും ആദ്യം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ലതാനും. ചെറിയ തൊഴിലുകളാണെങ്കിലും ഹറാമല്ലാത്ത, ദീനിന് വിരുദ്ധമല്ലാത്ത കുറച്ച് പ്രയാസമുള്ള തൊഴിലുകളാണെങ്കിലും ആ തൊഴിലുകളെടുക്കാൻ തയ്യാറാകുക. അള്ളാഹുവിനോട് നിരന്തരം സഹായത്തിന് തേടുകയാണെങ്കിൽ പടിപടിയായിട്ട് അള്ളാഹുവിന് ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഷാമിലേക്ക് കച്ചവടം ചെയ്യാൻ പോകുന്ന ആളായിരുന്നു. തൊഴിലാണ്. പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും ആടുകളെ നോക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആടുകളെ നോക്കുക എന്നുള്ളത് കേട്ടാൽ ആരാണ് ഇതിന് താല്പര്യപ്പെടുക, ആരാണ് ഇത് ഇഷ്ടപ്പെടുക? ആടുകളെ നോക്കാം ഈ പറയും. അപ്പോൾ പ്രവാചകരെ, നിങ്ങൾ ആടുകളെ നോക്കിയിട്ടുണ്ട്. ഞാനും ഈ മക്കയിലുള്ള മലഞ്ചെരുവുകളിൽ കൂടെ പാറയും കുന്നും കുഴിയും കാടും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ആടുകളെ നോക്കിയിട്ടുണ്ട്. എണ്ണപ്പെട്ട തുച്ഛം നാണയത്തുട്ടുകൾക്ക് പകരമായിട്ട്, കുറേശികളായ ആളുകളുടെ നാണയത്തുട്ടുകൾക്ക് പകരമായിട്ട് ഞാനും ആടുകളെ നോക്കിയിട്ടുണ്ട് എന്ന് പറ. തൊഴിലെടുക്കുക, ഹലാലായ തൊഴിൽ. കുറച്ച് ദിവസം ക്ലാസ്സിന് വന്ന സമയത്ത് പിന്നെ എടുക്കുന്ന തൊഴിൽ മോശമാണ് എന്നാണ് ആൾ പിന്മാറരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സത്യസന്ധതയും നന്മയും അവന്റെ ദുആയും പരിഗണിച്ച് പടിപടിയായിട്ട് അവൻ ഉയർത്താവുന്നതുള്ളൂ. അവന് ലഭിക്കുന്ന സമ്പത്തിൽ ബറക്കത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അവന് ദീന് കൃത്യമായിട്ട് പഠിക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവനെ അള്ളാഹു ഉയർത്താവുന്നതുള്ളൂ. അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി 6 മാസം യുദ്ധമുഖത്തുള്ള പോരാളിയായിരുന്നു. പിന്നീട് 6 മാസം അദ്ദേഹം ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു കൊടുക്കുന്ന ആളായിരുന്നു. അഹ്ലുസുന്നയുടെയും അല്ലാത്തവരുമായ മുൻഗാമികളായ ധാരാളം ആളുകളുടെ പേരുകൾ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. തൊഴിലുമായി ബന്ധപ്പെട്ടു അൽ ആജുരി എന്നുള്ള അബൂബക്കർ അൽ ആജുരി നിങ്ങൾ കേട്ടിട്ടുണ്ട്. കിതാബ് ശരിയ 2-3 വാള്യങ്ങളുള്ള വലിയ കിതാബുകൾ, മുസ്ലിമീങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഗഹനമായ കിതാബുകൾ രചിച്ച വലിയ പണ്ഡിതനാണ് അദ്ദേഹം, അബൂബക്കർ ആജുരി. അദ്ദേഹത്തിൻ്റെ പേര് ആജുരി എന്ന പേരിൽ പ്രസിദ്ധനാണ്. ആജുർ എന്ന് പറയുന്ന അദ്ദേഹം പിന്നെ ഈ ഇഷ്ടികകളും വീടുണ്ടാക്കുന്ന ഇഷ്ടികയും കാര്യങ്ങൾ അതൊക്കെ വിൽക്കുന്ന ഒരു ജോലി ഏറ്റെടുത്തത് എന്നുള്ളത്. ആദമി എന്നുള്ള പേരിൽ അബുൽ ഹസൻ അഹമ്മദ് ബിൻ ഉസ്മാൻ അൽ ആദമി, അദ്ദേഹം പിന്നെ അൽ അദമി എന്ന് പറയുന്ന തുകൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ആളായിരുന്നു.
ഇസ്കാഫി, അൻമാത്തി, ബാഖില്ലാനി, ബസാർ, ബസാൽ, ബിത്തീഹി, വത്തക്കൻ്റെ കച്ചവടം ചെയ്യുന്ന, ബസാൽ ഉള്ളിൻ്റെ കച്ചവടം ചെയ്യുന്ന ആൾ, ബയ്യ എന്നാണ് ബിസിനസ്, മറ്റുള്ള ബൈകളുടെ ഇടപാടുകൾ, താജിർ എന്നാണ് കച്ചവടക്കാരൻ, തുവൈഹീദി എന്ന് പറയുന്നത് കാരക്കയുടെ കൂട്ടത്തിൽപ്പെട്ട പ്രത്യേകമായൊരു കാരക്കൻ്റെ പേരാണ് തുവൈഹീദി. എന്താണ് കാരക്കൻ്റെ പേരെന്താണ്? നൗമിന തുമൂർ, ഒരു കാരക്കയായിരുന്നു. അബു ഹയ്യാനിൽ തുവൈഹീദി. സക്കാബ് എന്ന് പറഞ്ഞാൽ മുത്തുകൾക്ക് ദ്വാരമിടുന്ന പണിയെടുക്കുന്ന ആളായിരുന്നു. മുത്തുകൾക്ക് ദ്വാരമിടുന്നു. മഹാനായ നമ്മുടെ പിതാവ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം കർഷകനായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഇരുമ്പിൻ്റെ ആയുധങ്ങളും മറ്റും ഉണ്ടാക്കുന്ന ആളായിരുന്നു. സക്കരിയ നബി അദ്ദേഹം പിന്നെ ആശാരി പണി ചെയ്യുന്ന ആളായിരുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആശാരി പണി പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് കപ്പലുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അപ്പം ഈ പറയുന്ന തൊഴിലുകളും കാര്യങ്ങളും അത് നമ്മൾ പഠിക്കണം. അതോടുകൂടെ ഇൽമു തേടും വേണം. ഒന്നിന് പോയാൽ മറ്റത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. സലഫികൾ അവർ സ്വയം പര്യാപ്തരാവണം. അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്നവരാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഖീദയും അവൻ്റെ ഇബാദത്തുകളും അവൻ്റെ മൻഹജും ഒരു വ്യക്തിയുടെ ഈ കാര്യങ്ങൾ സത്യസന്ധനാണെങ്കിൽ ഈ സഹാബത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മുൻഗാമിയുടെയും അവസ്ഥ പോലെ പരിതാപകരമായ പ്രയാസകരമായ അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീന് പ്രാധാന്യം കൊടുത്ത് അത് പഠിക്കുകയും അതനുസരിച്ച് അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന് കൊടുത്ത നിയമത്തുകളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അവൻ്റെ ആയുസ്സിലും അവൻ്റെ ജീവിതത്തിലും അവൻ്റെ അവസരങ്ങളിലും ബർക്കത്ത് ചെയ്യും, സഹായം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആദർശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ മുൻഗാമിയുടെ ചരിത്രങ്ങൾ. ഇതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ നല്ലതായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. തെറ്റോ വീഴ്ചകളുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു നൽകുമാറാവട്ടെ. ഇതിന് ആഫിയായ ഇൽമായി എനിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായി ആക്കി തീർക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി പഠിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും തൗഫീഖും സഹായം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. أقول هذا وأستغفر الله العظيم الجليل لي ولكم ولسائر المؤمنين والمؤمنات. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله وسلم وبارك. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, ചായ കുടിക്കാനാണ് ഇനിയുള്ള സമയം. 15 മിനിറ്റാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് എത്രയും പെട്ടെന്ന് ചായ കുടിച്ച് പെട്ടെന്ന് തന്നെ ഹോളിലേക്ക് ഇറങ്ങണം. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസ് ആഷിഖ് ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. 15 മിനിറ്റാണ് നിങ്ങൾക്ക് തരുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ചായ കുടിച്ചിട്ട് പെട്ടെന്ന് കയറാം. ജസാക്കുമുല്ലാഹ്.